അറിയണം നാം ആരാണ്. ഇവിടെ എന്തിനാണ് ദൈവം ഒരു കൂട്ടത്തെ, ഒരു ജനറേഷനെ തിരഞ്ഞെടുക്കുന്നത്? ദൈവത്തിന് അതിന് വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. നിങ്ങൾ പോകണം. ഏതുവരെ പോകണം? ഭൂമിയുടെ അറ്റത്തോളം പോകണം. എന്തിനാ പോകേണ്ടത്? ക്രിസ്തുവിന്റെ സാക്ഷികളാകേണ്ടത്. നിങ്ങൾ പോയി അവിടെ ഫലം കായ്ക്കണം. നിങ്ങൾ കായ്ക്കുന്ന ഫലം നിലനിൽക്കണം. എന്നിട്ട് അങ്ങനെ നിങ്ങൾ നിലനിന്നാൽ ദൈവം അടുത്തൊരു ഫലം പറയുന്നുണ്ട്. നിങ്ങൾ പിതാവിനോട് എന്തപേക്ഷിച്ചാലും. എനിക്കൊരു ഉറപ്പുണ്ട്. ഞാൻ പല വീടുകളിലും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പറയുന്നത് ഉറപ്പാണ്. കർത്താവേ, ഞാൻ നിന്നോട് എന്ത് ചോദിച്ചാൽ നീ എനിക്ക് തരുമെന്നൊരു ഉറപ്പ്. ഈ ഉറപ്പ് നമ്മുടെ എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും പ്രിയരെ, നമ്മൾ വ്യത്യസ്തരായിട്ട് കാണുന്നത് നമ്മുടെ ഈ ഭൂമിയിലെ ചില ഘടകങ്ങളുണ്ട്. സാമ്പത്തികം ഒരു ഘടകമാണ്, ജാതി വ്യവസ്ഥ ഒരു ഘടനയാണ്, വിദ്യാഭ്യാസം ഒരു ഘടനയാണ്, കുടുംബം ഒരു ഘടനയാണ്, ലാംഗ്വേജ് ഒരു ഘടനയാണ്. നമ്മൾ പലപ്പോഴും നമ്മെ തന്നെ നോക്കുന്നത് ഈ വ്യവസ്ഥകളിൽ കൂടിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല മേഖലകളിലും ഉയർന്നു വരാൻ കഴിയാത്തത്. ചില ആൾക്കാർ അവരവരുടെ കഴിവുകളിലോട്ട് നോക്കും. അവരുടെ ശബ്ദത്തിന്റെ കഴിവ്, അവരുടെ ബുദ്ധിയുടെ മികവ്, അവരുടെ പഠിക്കാനുള്ള മികവ്, ഇതിലോട്ടൊക്കെ നോക്കും. അവർ അവരെ തന്നെ വിലയിരുത്തുന്നത് അവരുടെ ജീവിതത്തിലെ കുറവുകളായിരിക്കും. ഏകദേശം 90% ആൾക്കാരും അവരവരെ വിലയിരുത്തുന്നത് അവരുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുകൊണ്ടാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കുന്നത് ലോകത്തിന്റെ ദൃഷ്ടികളിൽ കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു അല്പം പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിലോട്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് പറയും നിന്നെ കൊണ്ട് അത് സാധ്യമാകത്തില്ല, നിന്നെ കൊണ്ട് അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയത്തില്ല, നിനക്കത് ജയിക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാർ പറയത്തില്ല എങ്ങനെയെങ്കിലും ഒരു പിയൂണ് ജോലി കിട്ടിയാൽ മതി. ഇത് പറയുന്നത് ആരായിരിക്കും? ഡിഗ്രി പഠിച്ചു കഴിഞ്ഞവർ, പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയവർ, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചവർ. കാരണം അവർ അവരെ നോക്കുന്നത് ലോകത്തിന്റെ ദൃഷ്ടിയിൽ കൂടിയാണ്. അങ്ങനെ നാം നമ്മെ നോക്കിയാൽ ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട തലമുറ എന്ന് പറയുവാൻ കഴിയത്തില്ല. നാം ദൈവത്തിന്റെ തെരഞ്ഞെടുത്ത തലമുറയായിട്ട് നമുക്ക് നമ്മെ തന്നെ തോന്നണമെങ്കിൽ നാം നമ്മെ ക്രിസ്തു ആകുന്ന മിററിൽ കൂടി നമ്മൾ നോക്കണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ മിറർ എന്ന് പറയുന്നത് ക്രൈസ്റ്റാണ്. ആമേൻ. ക്രിസ്തു ആകുന്ന കണ്ണാടിയിൽ കൂടി നിങ്ങൾ നിങ്ങളെ നോക്കിയാൽ നിങ്ങൾ നിങ്ങളെ നോക്കി കുറ്റം പറയത്തില്ല. നിങ്ങൾ നിങ്ങളെ നോക്കി സന്തോഷിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളെ നോക്കി നല്ലതെന്ന് പറയാൻ പറ്റും. ആമേൻ. എക്സാമ്പിൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ മുഴുവനും പഠിച്ചു നോക്കി എടുക്കണ്ട. നിങ്ങൾ പഠിച്ചു നോക്കുക. ദൈവം ചെയ്ത സകല പ്രവൃത്തികളെയും നോക്കിയിട്ട് ദൈവം തന്നെ പറഞ്ഞു നല്ലത്. ഒരിടത്ത് പോലും അത് മാറ്റി പണിയേണ്ട ഒരു അവസ്ഥ വന്നില്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം, ഒരു ചിത്രം വരയ്ക്കുമ്പോൾ, ഒരു പ്രതിമ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരു പാട്ട് പാടുമ്പോൾ നിങ്ങൾ തന്നെ അതിനെ നെഗറ്റീവായിട്ട് വിലയിരുത്താറുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ വ്യവസ്ഥയിൽ കൂടി നിങ്ങൾ നിങ്ങളെ നോക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ആരാധന കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിനകത്ത് പതിയേണ്ട ഒരു പദമുണ്ട്. ഞാൻ ലോകത്തിലല്ല, ഞാൻ ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആമേൻ, we are the children of the Lord. നാം ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച ഓരോ സൃഷ്ടികളിലും ദൈവം നമുക്ക് ഓരോ പൊസിഷൻ തന്നിട്ടുണ്ട്. ദൈവം ആദ്യം സൃഷ്ടിച്ച ദൈവം തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചെന്ന ബൈബിൾ പഠിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു പൊസിഷൻ ദൈവം തന്നിട്ടുണ്ട്. ആ പൊസിഷനാണ് യേശു കർത്താവിന്റെ ആദ്യത്തെ ഗിരിപ്രഭാഷണ വേളയിൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ മുൻപിൽ വന്നിരുന്ന ജനക്കൂട്ടത്തോട് യേശു പറഞ്ഞു, we are the salt of the earth എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിങ്ങൾ എന്റെ ഉടമ്പടിയാകുന്നു, ഈ ഭൂമിയിൽ നിങ്ങൾ എന്റെ നിയമമാകുന്നു, ഈ ഭൂമിയിൽ നിങ്ങൾ അനുഗ്രഹമാകുന്നു.
ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് പറയരുത് നിങ്ങളൊരു ശപിക്കപ്പെട്ട ജന്മമാണെന്ന്. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരിക്കലും പറയരുത് നിങ്ങളൊരു നഷ്ടപ്പെട്ടു പോയ ജന്മമാണ് എന്ന്. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരിക്കലും നിങ്ങൾ പറയരുത് നിങ്ങൾ ആമേൻ എന്താ പറയേണ്ടത് ഒരു ദുരിതം പിടിച്ച ജന്മമാണ്. ഇങ്ങനെയൊന്നും നിങ്ങളുടെ നാവ് കൊണ്ട് പറയരുത്. കാരണം ഈ ഭൂമിയിൽ ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ്. You are the salt of the earth. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. എലീശയുടെ കാലഘട്ടത്തില് ആമേൻ ഗർഭനാശം നിലനിന്നിരുന്ന ആമേൻ വന്ധ്യത നിലനിന്നിരുന്ന ഒരു ദേശത്തെ ശുദ്ധീകരിപ്പാൻ അവിടെ എലീശ ഉപയോഗിച്ചത് ഉപ്പിനെയാണ്. ആമേൻ ഉപ്പിനെയാണ്. ഉപ്പ് ഒരു താരത്തിലെ വെള്ളത്തിൽ ഇട്ടിട്ട് ആ ഉപ്പ് അവിടെ തളിച്ചപ്പോൾ ആ സ്ഥലം ശുദ്ധീകരിക്കപ്പെട്ടു. അവിടുത്തെ വന്ധ്യത മാറി, അവിടുത്തെ ഗർഭനാശം മാറി, തലമുറയ്ക്കെതിരെ നിന്ന വെല്ലുവിളികൾ മാറി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ഭൂമിയിലെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തരുമാണ്. യു ആർ ദ സാൾട്ട് ഓഫ് ദി എർത്ത്. നിങ്ങൾ ഭൂമിയുടെ അനുഗ്രഹമാണ്. ആമേൻ. ഒന്ന് കൈവച്ചിട്ട് പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ ഞാൻ ഒരു അനുഗ്രഹമാണെന്ന്. ഈ ഭൂമിയിൽ ഞാൻ ഒരു ഭാരമൊന്നുമല്ല, ഈ ഭൂമിക്ക് ഞാൻ ഒരു അനുഗ്രഹമാണ്. ആമേൻ. അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈകൊടുത്ത് പ്രവചിച്ച് പറഞ്ഞേ ഈ ഭൂമിക്ക് നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞേ. ഒന്ന് രണ്ടു പേർക്കൊന്ന് കൈകൊടുത്ത് പറഞ്ഞിട്ട് ഈ ഭൂമിക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളത് പറയണം. നിങ്ങളെ തന്നെ നോക്കിയിട്ട് പറയണം ഈ ഭൂമിക്ക് ഞാൻ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് നോക്കിയിട്ട് പറയണം ഈ ദേശത്ത് ഞാൻ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ താമസിക്കുന്ന വീട്ടിനകത്ത് നിന്ന് പറയണം ഈ വീട്ടിന് ഞാൻ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ കടന്നു പോകുന്ന വീടുകളിലൊക്കെ പറയണം ഈ വീടുകളിലൊക്കെ ഞാൻ അനുഗ്രഹമാണ്. നിങ്ങൾ ഏത് ദേശത്തിൽ പോയാലും നിങ്ങൾ പറയണം ഈ ദേശത്തിലൊക്കെയും ഞാൻ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആമേൻ. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രോമിസ് അതാ. ദൈവത്തിന്റെ തലമുറയുടെ ആരംഭം ദൈവം എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ ഒരു തലമുറയുടെ ആരംഭം കുറിക്കുന്നത് അബ്രഹാമിൽ കൂടിയാണ്. ആ അബ്രഹാമിനോട് ദൈവം ആദ്യം പറഞ്ഞത് നീ ഒരു അനുഗ്രഹമാണ്. ഇത് തന്നെയാണ് യേശു കർത്താവിന്റെ മുൻപിൽ വന്നിരുന്ന ജനത്തോട് പറഞ്ഞത് നിങ്ങൾ ഈ ഭൂമിക്ക് ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആ തലമുറ പറ ഈ ഭൂമിക്ക് ഞാൻ ഒരു അനുഗ്രഹമാണ്. ഈ ഭൂമിക്ക് ഞാൻ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. രണ്ടാമത് പറഞ്ഞത് ആമേൻ നിങ്ങൾ ലോകത്തിന് എന്ന് പറഞ്ഞാൽ ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആ ഭൂമിയെ ദൈവം മനോഹരമുള്ള ഒരു ലോകമാക്കി തീർത്തു. ആ ലോകത്തിൽ ദൈവം ആദ്യം ചെയ്ത പ്രവൃത്തി വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. എന്താണ്? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അവിടെ ദൈവം രണ്ടാമത് പറഞ്ഞു യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ഹല്ലേലൂയ. ആമേൻ. ബൈബിൾ പറയുന്നു വെളിച്ചം വന്നപ്പോൾ ഇരുൾ മാറിപ്പോയി. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ പ്രിയരെ, നിങ്ങളുടെ ഉള്ളിൽ ഈ വെളിപ്പാട് കത്തണം. ആമേൻ. നിന്റെ വീട്ടിനകത്ത് വ്യാപരിക്കുന്ന ഇരുള് മാറാൻ പാസ്റ്റർ വന്ന് സാത്താനെ പോയെന്ന് പറയേണ്ട കാര്യമില്ല. നീ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് ആമേൻ നീ നിന്നെ തന്നെ തിരിച്ചറിഞ്ഞാൽ നിന്റെ വീട്ടിലെ ഇരുൾ താനെ മാറിപ്പോകും. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടെന്ന് അറിയാമോ പ്രിയരെ, നമ്മുടെ വീടുകളിലെ ഇരുള് മാറിപ്പോകാത്തത് നമ്മൾ വെളിച്ചം, സൂര്യന്റെ വെളിച്ചത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നക്ഷത്രങ്ങളുടെ വെളിച്ചത്തെ കുറിച്ചല്ല പറയുന്നത്. പ്രിയരെ, അപ്പോസ്തലപ്രവൃത്തികൾ 27-ാം അധ്യായം പഠിക്കുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രത്തിന്റെയും വെളിച്ചം കെട്ടുപോയപ്പോൾ 275 പേരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി, അവരുടെ ആശ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ സൂര്യന്റെ വെളിച്ചം കാണാതെ, നക്ഷത്രത്തിന്റെ വെളിച്ചം കാണാതെ, ചന്ദ്രന്റെ വെളിച്ചം കാണാതെ പ്രതീക്ഷയ്ക്ക് മേൽ പ്രതീക്ഷയോടുകൂടി ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും ശക്തമേറിയ 1000 സൂര്യനേക്കാൾ തേജസ്സേറിയ സൂര്യനാകുന്ന എന്റെ ക്രിസ്തുവിന്റെ വെളിച്ചത്തെ കണ്ട പൗലോസ് ആശ നഷ്ടപ്പെട്ടു പോയെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിരിക്കുക. നമ്മൾ പ്രകാശിക്കുന്നത് നമ്മുടെ അകത്ത്, അതാ പറഞ്ഞത് പ്രിയ, നമ്മുടെ അകത്ത് വിളങ്ങുന്ന ഒരു തേജസ്സിരിപ്പുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങിക്കാണുന്ന ഒരു തേജസ്സുണ്ട്.
പൗലോസിന്റെ കണ്ണിലെ, ലോകത്തിന്റെ ദൃഷ്ടിയുടെ കണ്ണിലെ കാഴ്ചയെ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ക്രിസ്തുവിൽ നിന്ന് വെളിപ്പെട്ട മഹത്വമേറിയ തേജസ് ഇന്ന് എന്റെയും നിന്റെയും ഹൃദയത്തിനകത്ത് നിക്ഷേപിച്ചിരിക്കുകയാണ്. പക്ഷെ അത് പുറത്തു വരും. ഞാൻ പറയുന്നു പ്രിയരെ, ഈ വെളിപ്പാട് പ്രാപിച്ച് നിന്റെ വീട്ടിൽ നീ ജീവിച്ചാൽ നിന്റെ വീട്ടിനകത്ത് ഒരൊറ്റ പിശാച് വരും. നിന്റെ ജീവിതത്തിനകത്ത് ഒരു പിശാച് വരുന്നില്ല. ഒരു പാസ്റ്റർമാരും നിന്റെ വീട്ടിൽ വന്നിട്ട് ബന്ധനം പൊട്ടിക്കട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല. ഒരു ദൈവദാസന് നിന്റെ വീട്ടിൽ വന്ന് ഇരുട്ട് മാറി പോകട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഈ വെളിച്ചത്തിന്റെ മുൻപിൽ ഒരു ഇരുട്ടിനും നിൽക്കാൻ കഴിയത്തില്ല. ഈ തേജസ്സിന്റെ മുൻപിൽ ഒരു ഇരുട്ടിനും നിൽക്കാൻ കഴിയത്തില്ല. കാരണം എന്റെ അകത്ത് നിൽക്കുന്ന തേജസ് പ്രിയരെ, പാറയുടെ അപ്പുറത്ത് മോശയ്ക്ക് കാണാൻ വേണ്ടി ദൈവം നടന്നുപോയപ്പോൾ ആ പാറയുടെ വലിപ്പത്തെ മറികടന്ന് ഇപ്പത്ത് മോശയുടെ മുഖത്തെ തേജസാൽ നിറച്ച ഒരു വെളിച്ചമുണ്ട്. അപ്പോൾ വെളിച്ചം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. വിശാലയുടെ വീട്ടിൽ നിങ്ങൾ പോയാൽ എന്ത് ചെയ്യും? അവിടെ വെളിച്ചമായി മാറും. നിങ്ങൾ പോകുന്നിടത്തൊക്കെ ക്രിസ്തുവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇതാ ബൈബിൾ പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഇതാ വേദപുസ്തകത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമേറിയ വചനം എന്ന് പറയുന്നത് I am with you. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ലോകത്തിൽ ഉള്ളവരെക്കാളും ഏറ്റവും വലിയവൻ നിങ്ങളകത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം 365 പ്രാവശ്യം പറയുന്നത്, ഭയപ്പെടേണ്ട. നമ്മളെന്തുകൊണ്ടാണ് പല വിഷയങ്ങളിലും ഭയപ്പെടുന്നത്? നമ്മളെന്താ ചില വിഷയങ്ങളെ ഭാരപ്പെടുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ, നമ്മുടെ അകത്തിരിക്കുന്നവരെ കുറിച്ച് ഒരു തിരിച്ചറിവ് കിട്ടാത്തത് കൊണ്ടാണ്. പ്രിയരെ, ഇത് സാധാരണ തലമുറയല്ല. ഞാൻ ഒരു കാര്യം പറയാൻ പ്രിയരെ, വേദപുസ്തകത്തിനകത്ത് വേദപണ്ഡിതന്മാരാൽ പറയപ്പെടുന്ന ചില ജനറേഷൻസ് ഉണ്ട്. മോശയുടെ ജനറേഷൻ, ഏലിയാവിന്റെ ജനറേഷൻ, യോശുവയുടെ ജനറേഷൻ, എലീശയുടെ ജനറേഷൻ. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയരെ, ഞാൻ മോശയുടെ ജനറേഷനും അല്ല, ഞാൻ ഏലിയാവിന്റെ ജനറേഷനും അല്ല, ഞാൻ എലീശയുടെ ജനറേഷനും അല്ല. ഞാൻ ഗോഡ്സ് ചൂസൺ ജനറേഷൻ. ഞാൻ എന്റെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തലമുറയാ. ഞാൻ എന്റെ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട തലമുറയാ. ഞാൻ എന്റെ ദൈവത്താൽ പേർ വിളിക്കപ്പെട്ട തലമുറയാ. ഞാൻ എന്റെ ദൈവത്താൽ ജീവിക്കുന്ന തലമുറയാ. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടിയത്, എന്നേശു ജീവിക്കും നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. എന്നേശു ജീവിക്കും നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കല്ല യേശുവേ. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, അവൻ എന്റെ അകത്ത് വസിക്കുമ്പോൾ ഞാൻ മരണത്തെ ഭയപ്പെടത്തില്ല, ഞാൻ പാപത്തെ ഭയപ്പെടത്തില്ല. ഞാൻ പാപം ചെയ്യുമോ എന്ന് എനിക്കൊരു പേടിയില്ല. കാരണം എന്റെ അകത്തിരിക്കുന്നവൻ പാപം എന്തെന്നറിയാത്തവൻ. എനിക്ക് ടെൻഷനില്ല. അവനോട് മിണ്ടിയാൽ, ഇവളോട് സംസാരിച്ചാൽ എനിക്ക് പാപം സംഭവിക്കുമോ എന്ന് എനിക്ക് ഭയമില്ല. കാരണം എന്റെ അകത്തിരിക്കുന്നവൻ പാപത്തിന് വിരോധമായവൻ. കാരണം റീസൺ ഇത്രയേ ഉള്ളൂ,
We are the God's chosen generation. എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നു നമ്മൾ തിരിച്ചറിയണം. ദൈവം എന്തിനാണ് നമ്മെ തെരഞ്ഞെടുത്തത്? ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് ലോക സ്ഥാപനത്തിന് മുൻപേ. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും മതി. ലോക സ്ഥാപനത്തിന് മുൻപേ. ആമേൻ. പാപം വന്നത് ലോകം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം. ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആമേൻ. ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കത്തി തുടങ്ങിയാൽ നിങ്ങൾ നാച്ചുറൽ ലെവലിൽ നിന്ന് സൂപ്പർ നാച്ചുറലോട്ട് ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങൾ നാച്ചുറൽ ലെവലിൽ ആമേൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷൻസ് ഒക്കെ മാറാൻ തുടങ്ങും. നിങ്ങൾ നാച്ചുറൽ ലെവലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രകളുടെ മേഖലകൾ മാറും. കാരണം പ്രിയരെ, അവൻ പാപം വന്നത് ലോക സ്ഥാപനത്തിന് ശേഷമാണ്. പക്ഷെ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ്. പാപം എന്തെന്ന് ഈ ലോകം കാണുന്നതിന് മുൻപ് എന്നെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ പോലെ. ഈ പദം ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റായിട്ട് എടുക്കരുത്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മമണ്ഡലത്തിനകത്താണ്. ആമേൻ. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ? അവനെ പോലെ. പക്ഷെ ആ മനുഷ്യന് വസിപ്പാൻ ദൈവം ഒരു കൂടാരം ഒരുക്കി. അത് അവനെ പോലെയല്ല. അത് അഴിഞ്ഞു പോകുന്ന മൺകൂടാരമാ. അത് പൊളിഞ്ഞു പോകുന്ന മൺകൂടാരമാ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഈ അഴിഞ്ഞുപോകുന്ന മൺകൂടാരത്തിൽ നീ പ്രശംസ എടുക്കരുത്, നീ പുകഴ്ച എടുക്കരുത്. ഇത് ഏത് നിമിഷവും തകർന്നു പോകാം, ഇത് ഏത് നിമിഷവും പൊളിഞ്ഞു പോകാം. പക്ഷെ പൊളിയാത്ത ഒന്നുണ്ട്, അഴകാത്ത ഒന്നുണ്ട്, ദ്രവിക്കാത്ത ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവം ക്രിയേറ്റ് ചെയ്ത ഞാൻ നീ. ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്തപ്പോൾ അശുദ്ധനായിട്ടല്ല, ഭാവിയായിട്ടല്ല. ദൈവം എന്നെ സൃഷ്ടിച്ചത് വിശുദ്ധനായിട്ടാ. ദൈവം എന്നെ സൃഷ്ടിച്ചത് നിഷ്കളങ്കനായിട്ടാ. എന്ന് പറഞ്ഞാൽ പാപം ലോകത്തിൽ പ്രവേശിക്കപ്പെടുന്നതിന് മുൻപ് ദൈവം എന്നെ തെരഞ്ഞെടുക്കുമ്പോൾ ഞാൻ അവന്റെ സന്നിധിയിൽ വിശുദ്ധനായിരുന്നു, ഞാൻ അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ കാലസമ്പൂർണത അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ നിവർത്തീകരണം ഈ ലോകത്തിൽ വെളിപ്പെടേണ്ടതിന് ഒന്നാം ആദാമിൽ കൂടി പാപം ഈ ലോകത്തിൽ കടന്നു വന്നു. ലോകരക്ഷിതാവായിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നു. എന്നാൽ അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുത്തു. എന്തുകൊണ്ടാ പ്രിയരെ? വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞത്. പാപം ഇനി നിങ്ങളിൽ കർത്തൃത്വം നടത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ, ഇനി നിങ്ങൾക്ക് പാപത്തിന്റെ ദാസത്വത്തിന് അടിമകളായിരിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ലോകത്തിന്റെ പാപത്തെ എന്റെ കർത്താവ് ചുമന്നെടുത്തു. എത്ര പേർ വിശ്വസിക്കുന്ന പ്രിയരെ? പാപം നിന്നിലല്ല, പാപം ലോകത്തില്. ആ ലോകത്തിലുള്ള പാപമാണ് നിന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എന്റെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ലോകത്തിൽ നിന്ന് ആ പാപത്തെ ചുമന്നെടുത്തു. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ അവസ്ഥ, നിന്നെ ലോക സ്ഥാപനത്തിന് മുൻപ്, ലോകത്തിൽ പാപം പ്രവേശിക്കപ്പെടുന്നതിന് മുൻപ് ദൈവം നിന്നെ തെരഞ്ഞെടുത്ത അതേ നിലയില. അതുകൊണ്ടാണ് ബൈബിൾ എഴുതി വെച്ചത്, റോമർ 6:22 പറഞ്ഞത്, പാപത്തിന്റെ ദാസത്വത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ടപ്പോൾ നിങ്ങളിൽ നിന്നൊരു ഫലം പുറത്തു വന്നു. ആ ഫലമാ വിശുദ്ധി. എന്തുകൊണ്ടെന്ന് അറിയാമോ പ്രിയരെ? പലർക്കും ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തത്. കഴിഞ്ഞ പറഞ്ഞു, അകത്ത് വെളിപ്പെട്ട രക്ഷ പുറത്തു വരാത്തത് കൊണ്ടാണ്. അകത്ത് വെളിപ്പെട്ട രക്ഷ പുറത്തു വരണമെങ്കിൽ നിന്റെ ശരീരത്തെ നീ ദണ്ഡിപ്പിച്ച് കീഴടക്കണം. ഞാൻ ഇന്നലെ രാവിലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്നലെ രാത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ദൈവം അബ്രഹാമിനോട് ചോദിച്ചത് അബ്രഹാമിന്റെ സന്തോഷത്തെയാണ്, അബ്രഹാമിന്റെ പ്രതീക്ഷയാണ്, അബ്രഹാമിന്റെ സ്വസ്ഥതയാണ്. പക്ഷെ യാതൊരു മടിയും കൂടാതെ അബ്രഹാമിന്റെ സന്തോഷത്തെ, അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ, അബ്രഹാമിന്റെ സ്വസ്ഥതയെ ദൈവത്തിന് കൊടുക്കുവാൻ അബ്രഹാം മടി കാണിച്ചില്ല. അതുകൊണ്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ഏക മകനെ എനിക്ക് തരാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സന്തോഷത്തെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തിനാ സന്തോഷം കണ്ടെത്തുന്നത്? പണത്തിലാണോ? സിനിമയിലാണോ? സീരിയലിലാണോ?
കൊടുക്കാൻ പറ്റുള്ളൂ. അബ്രഹാമിനോട് ഇല്ല, അബ്രഹാമെ അതിന് എനിക്കിതാ. എങ്ങനെ തരണം എന്ന് പറഞ്ഞാൽ യാഗം അർപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നീ നിന്റെ മകനെ ഒന്നാമത് ചെയ്യേണ്ടത് മോറിയ മലയുടെ മുകളിൽ എത്തിക്കണം. എന്നിട്ട് വിറകിന്റെ പുറത്ത് അവനെ എടുത്ത് കിടത്തണം. എങ്ങനെ കിടത്തണം? കെട്ടി മുറുക്കി കിടത്തണം. എന്നിട്ട് നിന്റെ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് അവനെ രണ്ടായി വെട്ടണം എന്ന് പറഞ്ഞാൽ എലീശ, സാപത്തിന്റെ മകനായ എലീശ, അവൻ കാലയിൽ തന്റെ വിളിയെ തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ വിളിക്ക് തടസ്സമായിട്ട് നിന്ന, തന്റെ തെരഞ്ഞെടുപ്പിന് തടസ്സമായിട്ട് നിന്ന കാളയും മൃഗത്തെയും വെട്ടിക്കീറി എന്നേക്കുമായി നശിപ്പിച്ചതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് നീ സന്തോഷം കണ്ടെത്തുന്ന മേഖലകള് ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ തിരിച്ചു വരാതെ വണ്ണം എന്നേക്കുമായി നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? ഒരു കാര്യം പറയാൻ, നീ നിന്റെ പണത്തിലെ സന്തോഷം ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ നിന്റെ ശുശ്രൂഷക്കകത്ത് നീ പണത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. സ്ത്രീയോടുള്ള സന്തോഷത്തിൽ നീ ആമേൻ ഹല്ലേലൂയ ആമേൻ നീ മുന്നോട്ട് പോകുന്നെങ്കിൽ നിന്റെ ശുശ്രൂഷക്കകത്ത് നിന്നെ പാപദിനം വീഴ്ത്തി കളയും. മണ്ണിനോടുള്ള ആർത്തി നഷ്ടപ്പെട്ടു പോയില്ലെങ്കിൽ, മണ്ണിനോടുള്ള ഇഷ്ടം നിനക്ക് കുറഞ്ഞു പോയില്ലെങ്കിൽ, നിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് നിന്റെ മിനിസ്ട്രിക്കകത്ത് മണ്ണ് നിന്നെ കീഴ്പ്പെടുത്തി കളയും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ കീഴ്പ്പെടുത്തുന്നത് ദൈവസ്നേഹമായിരിക്കണം, നിന്നെ കീഴ്പ്പെടുത്തുന്നത് ദൈവഭയമായിരിക്കണം, നിന്നെ കീഴ്പ്പെടുത്തുന്നത് ദൈവത്തിന്റെ ഗ്രേസ് ആയിരിക്കണം. കാരണം നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് ഇപ്പോഴൊന്നുമല്ല. ലോകം ലോകത്തിന്റെ മേലുണ്ടായിരുന്ന പാപം നിന്റെ മേൽ വാണ് നിന്റെ ശരീരത്തെ നശിപ്പിച്ച്, നിന്റെ ജീവിതത്തെ നശിപ്പിച്ച് നീ മരണത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ആ തെരഞ്ഞെടുപ്പ് നീ മനസ്സിലാക്കാൻ ഇടയായി തീർന്നത്. എന്തുകൊണ്ടെന്ന് അറിയാമോ പ്രിയരെ? ആ കൃപ നമ്മുടെ മേൽ വെളിപ്പെട്ടത്. അപ്പന്റെ കയ്യിലിരുന്ന ഓഹരിയെല്ലാം വാങ്ങിച്ച് എല്ലാം നശിപ്പിച്ച് പന്നിക്കൂട്ടിനകത്ത് ചെന്ന് കിടന്നിട്ട് പന്നിക്ക് കൊടുക്കുന്ന ആഹാരത്തിന് പോലും വകയില്ലാത്തവനെ തിരിച്ച് അപ്പന്റെ വീട്ടിൽ കയറ്റിയത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇവനെ അപ്പൻ തെരഞ്ഞെടുത്തത് ഇന്നും ഇന്നലെയൊന്നും അല്ല. ഇവനെ അപ്പൻ തെരഞ്ഞെടുത്തത്, ഇവനെ മകനായിട്ട് സ്വീകരിച്ചത്, ഇവൻ വേണ്ടാത്ത വാക്ക് പറയുന്നതിന് മുൻപേ, വേണ്ടാത്ത പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപേ, വേണ്ടാത്ത സ്ഥലങ്ങളിൽ പോകുന്നതിന് മുൻപേ ഈ അപ്പൻ ഈ മകനെ ഹൃദയത്തിൽ ഏറ്റെടുത്തു. അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഇവൻ ഉരുവായപ്പോൾ തന്നെ ഈ മകനെയും മകളെയും അപ്പൻ ഹൃദയത്തിൽ ഏറ്റെടുത്തു. ഇത് എന്റേതാണെന്ന്. എന്തുകൊണ്ടെന്ന് അറിയാമോ? പലരെയും ലോകത്തെ കുറ്റപ്പെടുത്തുമ്പോൾ അപ്പനും അമ്മയും കുറ്റപ്പെടുത്താത്തത് അവർക്കൊരു ഉറപ്പുണ്ട്. ലോകം മുഴുവനും ഇവനെ കുറ്റപ്പെടുത്തുമ്പോഴും ഇവനെ കുറ്റപ്പെടുത്തുമ്പോഴും അപ്പന്റെ അമ്മയുടെ ഹൃദയത്തിനകത്തൊരു ചിന്ത ഫലിക്കും, ഇത് എന്റേതാ, ഇത് എന്റേതാ. കാരണം ഇവനെ ഞാൻ തെരഞ്ഞെടുത്തത് ഇന്നലെയൊന്നുമല്ലല്ലോ. നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഉരുവാകുന്നതിന് മുൻപ്, ഞാനൊരു മനുഷ്യന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം പ്രിയരെ അവൻ അങ്ങനെയല്ല കേട്ടോ. ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ഈ ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ്, നിന്റെ പൂർവ്വ പിതാക്കന്മാർ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ്, ഇന്ന് നീ കണ്ടുകൊണ്ട് കാണുന്ന ഈ വൃക്ഷലതാദികൾ, അവൻ ആകാശത്തിലെ പറവകൾ, അവൻ സമുദ്രത്തിലെ മത്സ്യങ്ങൾ, ഇവയൊക്കെയും ഈ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുൻപ് ദൈവം നിന്നെയും എന്നെയും കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, എന്ത് യോഗ്യതയാണ് എന്നെ തെരഞ്ഞെടുക്കാൻ? ഒരു യോഗ്യതയുമല്ല, ഈ ലോകത്തിലെ യോഗ്യത വെച്ചല്ല ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് പ്രിയരെ ബൈബിൾ എഴുതി വെച്ചത്, സിയോനിൽ ദൈവം ഒരു കല്ലിട്ടു, ആ കല്ലിനെ ചേർക്കേണ്ടവർ ചേർത്തില്ല, ശ്രേഷ്ഠത കൊടുക്കേണ്ടവർ ശ്രേഷ്ഠത കൊടുത്തില്ല. ആ കല്ല് ക്രിസ്തുവാകുന്നു. ആ കല്ലിനെ അവർ തള്ളിക്കളഞ്ഞു. പക്ഷേ തള്ളിക്കളഞ്ഞ കല്ലിന് ദൈവം ഒരു ശ്രേഷ്ഠത കൊടുത്തു, ഒരു മാന്യത കൊടുത്തു. വീട്ടുകാർ തള്ളിക്കളഞ്ഞ കല്ലിനെ, നാട്ടുകാർ തള്ളിക്കളഞ്ഞ കല്ലിനെ, കൂട്ടുകാർ തള്ളിക്കളഞ്ഞ കല്ലിനെ, ആർക്കും വേണ്ടാത്തവരെ ദൈവത്തിന് വേണം. ദൈവം ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ കൊടുത്തു, ദൈവം ദൈവത്തിന്റെ മാന്യത കൊടുത്തു. ലോകം എന്നെ എത്ര കുറ്റം പറഞ്ഞാലും എത്ര വിമർശിച്ചാലും അത് അകത്തോട്ട് കയറാത്തതിന്റെ ഒറ്റ കാര്യം, അകത്തൊരു വെളിപ്പാട് ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. I am the child of the Lord. എന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിൽ എന്നെ അംഗീകരിക്കുന്ന ഒരു അപ്പനുണ്ട്. എന്നെ ഈ ലോകത്തിൽ ആരും സ്നേഹിച്ചില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. എന്നെ ഈ ലോകത്തിൽ ആരും നല്ലത് പറഞ്ഞില്ലെങ്കിലും എന്നെ കുറിച്ച് നല്ലത് പറയുന്ന ഒരപ്പനുണ്ട്.
സ്ഥാപിക്കുന്നതിന് മുൻപേ നിന്റെ ദൈവം സെലക്ട് ചെയ്തതാണ്. ആ സെലക്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്റെ കർത്താവിനുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് നീ എങ്ങനെയായിരുന്നോ അതുപോലെ നീ തിരിച്ചവന്റെ മുൻപിൽ നിൽക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നിന്റെ ദൈവം തെരഞ്ഞെടുത്തത് അങ്ങനെയാ. എന്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ നിന്നെ തെരഞ്ഞെടുത്ത അതേ മഹത്വത്തിൽ നിന്നെ നിലനിർത്തുവാൻ. അതുകൊണ്ടാണ് യേശു കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, പിതാവേ, ഈ ലോകത്തിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് എനിക്കൊരു മഹത്വം അവിടെ ഉണ്ടായിരുന്നല്ലോ. ഹലോ, മനസ്സിലാവുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഉരുവാകുന്നതിന് മുൻപ് നിങ്ങൾ അവന്റെ മഹത്വത്തിൽ ഉണ്ടായിരുന്നു. ആമേൻ. 33 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവൻ ഏൽപ്പിച്ചതൊക്കെ നിവർത്തീകരിച്ചപ്പോൾ പിതാവായ ദൈവത്തോട് പുത്രൻ പ്രാർത്ഥിക്കുകയാ, ആ മഹത്വത്തിലേക്ക് എന്നെ തിരികെ ഒന്ന് പ്രവേശിപ്പിക്കണമേ. ആ മഹത്വത്തിലേക്ക് എന്നെയും നിങ്ങളെയും അവിടെ എത്തിക്കുവാൻ പിതാവായ ദൈവം ചെയ്തത്, അവൻ മനുഷ്യ രൂപത്തിൽ അവൻ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ദൈവരൂപത്തോട് സമത്വം പിടിക്കാതെ വന്ന് 33 വർഷക്കാലം ജീവിച്ച് അവൻ തന്റെ സ്വന്തം ജീവനെ കൊടുത്ത് അവന്റെ രക്തം കൊണ്ട് എന്റെ കടുചുമപ്പായ പാപത്തെ ഹിമം പോലെ വെളുപ്പിച്ച് അവൻ എന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് അതേ നിലവാരത്തിലേക്ക്. പക്ഷെ ഒറ്റ കാര്യം, നീ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ഈ മഹത്വം നീ കാണും. ഹലോ, ഏത് മഹത്വം കാണുമെന്ന്? നിന്റെ പണത്തിന്റെ വലിപ്പം കാണുമെന്നാണോ? നിനക്ക് വരുന്ന ബെൻസ് കാർ കാണുമെന്നാണോ? അല്ല, ഈ മഹത്വം കാണും. നിന്നെ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്ത് ആത്മഹത്യ ഒരു മഹത്വം. ആ മഹത്വത്തെ നീ കാണും. പക്ഷെ ആ മഹത്വത്തിലേക്ക് നീ തിരികെ പ്രവേശിക്കണമെങ്കിൽ നീ എന്നെ വിശ്വസിക്ക്. നിന്റെ കടുചുമപ്പായ പാപത്തെ ഞാൻ ഹിമം പോലെ വെളുപ്പിച്ചത് വിശ്വസിക്ക്. എന്റെ രക്തം നിന്റെ പാപത്തിന് പ്രായശ്ചിത്തമായെന്ന് വിശ്വസിക്ക്. എന്റെ രക്തത്താൽ ഞാൻ നിന്നെ വീണ്ടെടുത്തു എന്ന് നീ വിശ്വസിക്ക്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ആ കല്ലിൽ വിശ്വസിക്കുന്ന ഏവനും അതേ സ്നേഹമാണ്, അതേ മാന്യത കൊടുത്തു. പ്രിയരെ, ഇന്നലെ വരെ ചിലപ്പോൾ ആ വ്യക്തി കൊലപാതകയായിരുന്നിരിക്കാം, ഇന്നലെ വരെ ആ വ്യക്തി വ്യഭിചാരിയായിരുന്നിരിക്കാം, ഇന്നലെ വരെ ആ വ്യക്തി മദ്യപാനിയായിരുന്നിരിക്കാം, ഇന്നലെ വരെ ആ വ്യക്തി വീട്ടുകാർക്ക് നാട്ടുകാർക്ക് ദോഷം ചെയ്യുന്നവനായിരിക്കും. പക്ഷേ ഒരൊറ്റ സെക്കൻഡിലെ ഫെയ്ത്ത് അവനെ ക്രൂസിലെ കള്ളനോട് പറഞ്ഞില്ലേ, ഇന്ന് നാളെ എന്നല്ല, മറ്റന്നായെന്നല്ല, അടുത്ത വർഷം എന്നല്ല, അവൻ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്നല്ല, ഇന്ന് നീ എന്നോട് കൂടെ വധിക്കുക. ഒരു ക്രൂശ് മരണത്തിന്റെ ശമിക്കപ്പെട്ട മരണത്തിന് അർഹതപ്പെട്ട ശിക്ഷയിൽ കിടക്കുന്നവൻ ജീവൻ വെടിയുന്നതിന് മുൻപ് അവന്റെ വിശ്വാസം അവനെ പരദീസയിൽ എത്തിച്ചെങ്കിൽ, അതുകൊണ്ടാണ് പാടിയത്, തെളിവെന്ന് സ്നേഹമോർക്കുമ്പോ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ, ക്രൂശിതന്റെ രൂപം കാണുമ്പോ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. ഇതെന്ത് സ്നേഹമാണ്! ഈ സ്നേഹത്തിന് ഒരു മറുപടി വേണം. പലരും ഈ ദൈവത്തെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ഈ ദൈവത്തോടൊന്ന് ചേർന്ന് ജീവിക്കാൻ കഴിയാത്തത്, ഈ സ്നേഹം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഈ സ്നേഹം അറിഞ്ഞവർ വേറെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഇട്ടേച്ചു പോകത്തില്ല. അവൻ നീ കല്ലേറ് കൊള്ളേണ്ടി വന്നാലും നീ ഇട്ടേച്ചു പോകത്തില്ല. നീ ചാട്ടവാടി കൊള്ളേണ്ടി വന്നാലും, നീ കോലടി കൊള്ളേണ്ടി വന്നാലും, നീ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നാലും, നീ അവൻ ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, യെശയ്യാവിനോടൊന്ന് ചോദിക്കണം. യെശയ്യാവിന്റെ പുസ്തകമൊക്കെ നിങ്ങൾ വായിക്കുകയില്ലേ? പക്ഷെ യെശയ്യാവിനോട് പറഞ്ഞു, നീ എന്നെ, ഞാൻ ഇങ്ങനെ പറയാം, എന്റെ ഭാഷയിൽ പറയാം, യെശയ്യാവേ, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, യെശയ്യാവേ, നീ എന്നെ ഭയപ്പെടുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യും, വസ്ത്രം ധരിക്കാതെ, കാലിൽ ചെരുപ്പ് ധരിക്കാതെ നീ ഒന്ന് നടന്നെങ്കിൽ കൂടെ. ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയരെ, ഏറ്റവും കഠിനമായ ഒരു മരണം ഏറ്റെടുത്ത മനുഷ്യൻ യെശയ്യാ പ്രവാചകൻ. തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിട്ട് തടിയറക്കുന്ന വാള കൊണ്ട് തന്റെ ശരീരത്തെ അപ്പുറവും ഇപ്പുറവും, വാളിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ടുപേരും നിന്നുകൊണ്ട് ഒരു തടിയറക്കുന്നത് പോലെ ജീവനോടെ യെശയ്യാവിന്റെ ശരീരത്തെ ആമേൻ അക്കാലിൽ മുതൽ തല വരെ ആമേൻ രണ്ടാമത് ഖണ്ഡിച്ചു. ആമേൻ 3 വർഷത്തോളം നഗ്നപാതനായിട്ട് വസ്ത്രം ധരിക്കാതെ
എന്റെ ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് നടന്നു. പ്രിയരെ, ബൈബിൾ എഴുതി വെച്ചിരിക്കും, നഗ്നത, ആപത്ത്, ഉറക്കമിളപ്പ്, ഇവ ഇതിനേതെങ്കിലും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയുമോ? കഴിയത്തില്ല. ഈ സ്നേഹം അത്ര വലുതാ പ്രിയരെ. പള്ളിയെ കണ്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. പാസ്റ്ററെ കണ്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. ഇവിടത്തെ ചാട്ടവും ബഹളവും കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കഴിയത്തില്ല. പക്ഷേ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ക്രൂശിൽ അർപ്പിച്ച ആ ദൈവ സ്നേഹത്തെ കണ്ടാൽ, അതുകൊണ്ടല്ലേ പ്രിയരെ, ക്രൂശിന്മേൽ കാണുന്ന വേണ്ടാത്തവരോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ രൂപം തെളിഞ്ഞു വരും. വേണ്ടാത്ത വാക്ക് നിന്റെ നാവിന്റെ മുമ്പിൽ വരുമ്പോൾ ഈ രൂപം തെളിഞ്ഞു വരും. പ്രിയരെ, ആമേൻ. ഒരു പാപത്തിന് നീ നിന്നെ വിട്ടുകൊടുക്കാതിരിക്കണമെങ്കിൽ ഈ ക്രൂശിലെ സ്നേഹം നീ തിരിച്ചറിയണം. ഈ ക്രൂശിൽ നിനക്ക് വേണ്ടി പിതാവായ ദൈവം തകർക്കപ്പെട്ടത് നിന്റെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിനകത്ത് ഒരു വിത്ത് പോലെ ഒന്ന് നിക്ഷേപിക്കപ്പെട്ടാൽ അത് മതി. നിന്റെ ജീവിതം നശിക്കപ്പെടുകയില്ല. ദൈവത്തിന് ഒറ്റ ആഗ്രഹമേയുള്ളൂ, ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത അതേ വിശുദ്ധിയിലും അതേ നിഷ്കളങ്കതയിലും നിന്നെ അവിടെ എത്തിക്കണം. പ്രോസ്പെരിറ്റി ഉണ്ട്, പ്രോസ്പെരിറ്റി ബ്ലെസ്സിങ്സ് കൊണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രോസ്പെരിറ്റി ബ്ലെസ്സിങ്സ് ആരുടെ കൂടെ വരുമെന്ന് അറിയാമോ? ഒരു ഹൈന്ദവനെടുത്ത് പരിശോധിച്ചാൽ അവനുമുണ്ട്. ലോകത്തിലെ സമ്പന്നരെടുത്ത് ചിലപ്പോൾ അവർക്ക് ഈ ക്രിസ്തുവിനെ അറിഞ്ഞവനായിരിക്കത്തില്ല. പക്ഷെ ഒറ്റ കാര്യം, ആമേൻ, ബൈബിളിലെ യഹോവ ഭക്തനൊരു പ്രത്യേകതയുണ്ട്. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. ഹലോ, എന്റെ കൂടെ ഉണ്ടോ പ്രിയരെ? ആമേൻ. ലോകത്തിൽ അമ്പാനിമാർക്കാണ്, പക്ഷെ അമ്പാനിമാരെ പോലെ യഹോവ ഭക്തന്മാരെ കൂട്ടരുത്. യഹോവ ഭക്തന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ അനുഭവിക്കൂ, നീ അനുഭവിക്കൂ, നീ അനുഭവിക്കൂ. ഇത് പകൽ എത്ര വിശ്വസിക്കുന്നു പ്രിയരെ? അതുകൊണ്ടാണ് ബൈബിൾ എഴുതി വെച്ചത്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിനക്കൊരു ഭാര്യയുണ്ടോ? ആ ഭാര്യ നിന്റെ വീട്ടിലെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ കണ്ടു വളരാൻ തുടങ്ങും. നിന്റെ വീട്ടിനകത്ത് മക്കളുണ്ടോ? ആ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒരു തൈകൾ പോലെ ഇരിക്കുക. നീ യഹോവ ഭക്തനായ പുരുഷനാണെങ്കിൽ നിന്റെ തലമുറയെ കാരാഗ്രഹത്തിൽ പോയി കാണേണ്ട ഒരവസ്ഥ വരികയില്ല. നിന്റെ കുഞ്ഞ് മദ്യപിച്ച് തെരുവിൽ കിടക്കുന്ന കാഴ്ച കാണേണ്ടി വരികയില്ല. നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വരികയില്ല. കാരണം we are the God's chosen generation. Hallelujah. Amen. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. ഇതൊക്കെ റിയൽ ലൈഫിലെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നമ്മെ ലൈഫിൽ
ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ പ്രിയരെ, ഇതിനൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കേ പ്രിയരെ, ഇതിന് നിന്റെ ലൈഫിലോട്ടൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കിക്കേ പ്രിയരെ. ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പായിട്ട് പറയാം, അവൻ ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന വചനമാണ്. ഇത് വിശ്വസിക്കുന്നവരെ പരിവർത്തിക്കുന്ന വചനമാണ്. ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ ചലിക്കുന്ന വചനമാണ്. ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ പ്രവർത്തിക്കുന്ന വചനമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ്. 2, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്തു. പുതിയ നിയമത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചവൻ എഴുതി വെച്ചു. ഇന്നത് എഴുതി വെച്ചു ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ. പഴയ നിയമത്തിനകത്ത് യിരെമ്യാ പ്രവാചകൻ എഴുതി വെച്ചു, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. അതിന് ഇംഗ്ലീഷ് ബൈബിൾ ആംപ്ലിഫൈഡ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു പദം ആസ് മൈ ചൂസൺ ഇൻസ്ട്രുമെന്റ്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഉപകരണമായിട്ട് നിന്നെ കണ്ടു. എവിടെ വെച്ച? അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ. നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നീ ഒരു ഭ്രൂണമായി നിക്ഷേപിക്കപ്പെടുന്നതിന് മുൻപ് നിന്നെ ഞാൻ എന്റെ ഒരു ഉപകരണമായിട്ട് തിരഞ്ഞെടുത്തു. ആമേൻ. എന്നിട്ട് ആമേൻ അവിടെ പറയുക, ആംപ്ലിഫൈഡ് ഇംഗ്ലീഷിലെ പദം ഞാൻ വായിക്കാം. എന്റെ തിരഞ്ഞെടുത്ത ഉപകരണമായി അംഗീകരിക്കുകയും നീ ജനിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ വേർപെടുത്തുകയും വേർതിരിക്കുകയും ചെയ്തു, നിന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ യിരെമ്യാവിനെ കുറിച്ച് പറയുക, ആസ് മൈ ചൂസൺ ഇൻസ്ട്രുമെന്റ്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഉപകരണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകപ്പെടുന്നതിന് മുമ്പേ ദൈവം തിരഞ്ഞെടുത്ത ആ യിരെമ്യാവിനെ ദൈവം ആദ്യം ചെയ്തത് സെപ്പറേറ്റഡ് ആൻഡ് സെറ്റ് എ പാർട്ട്. ഒന്ന്, മറ്റുള്ളതിൽ നിന്നെല്ലാം നിന്നെ സെപ്പറേറ്റ്. ഹലോ, ഈ സെപ്പറേഷനെ കുറിച്ച് സംഗീതത്തിലെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഈ സെപ്പറേഷൻ ഒന്ന് കൊണ്ടുവന്ന് നോക്കിക്കേ പ്രിയരെ. ആമേൻ. ഈ വേർതിരിവ് ഒന്ന് കൊണ്ടുവന്ന് നോക്കിക്കേ. മദ്യപിക്കുന്നവന്റെ കൂടെ നടക്കരുത് നിങ്ങൾ. ഹലോ, ഒന്ന് തോന്നരുത് എന്റെ കൂടെ. കാരണം നിങ്ങൾ ആരാ? സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവരാ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ദൈവം തിരഞ്ഞെടുത്തവനെ ആദ്യം എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. ദുഷ്പ്രവർത്തിക്കാരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. പരിഹാസികളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. പാവികളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. ചില ആൾക്കാർ പറയുന്ന ഒരു പദമുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ കുടിക്കുന്നില്ലല്ലോ. യെസ്, നീ കുടിക്കുന്നില്ല, പക്ഷേ നീ ഇരിക്കുന്ന സ്ഥലം ശരിയല്ല. ഹലോ, നീ നടക്കുന്ന കൂട്ട് ശരിയല്ല. കാരണം നിന്നെ ദൈവം സെപ്പറേറ്റ് ചെയ്തു. ആമേൻ. നിന്നെ അവിടെ ഇങ്ങനെ പറയുന്നത്, ആമേൻ, ഞാൻ നിന്നെ വേർപെടുത്തുകയും ചെയ്തു, വേർതിരിക്കുകയും ചെയ്തു. ഈ വേർപെടുത്തുക എന്ന് പറയുന്നത് നീ നേരത്തെ കാട്ടൊലിവിന്റെ ശിഖരമായിരുന്നു, ഒരു കൊമ്പായിരുന്നു. പക്ഷെ നിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ കാട്ടൊലിവിൽ നിന്ന് നിന്നെ ഞാൻ വെട്ടിയെടുത്തു. ഇപ്പൊ നിന്നെ എന്ത് ചെയ്തു? കാട്ടൊലിവിൽ നിന്ന് നിന്നെ വേർപെടുത്തി. എന്നിട്ട് ഇവിടെ ഒരു നാട്ടൊലിവ് നിൽക്കുകയാണ്. ആ നാട്ടൊലിവിന്റെ ഒരു ശിഖരത്തെ ഒന്ന് ചെത്തി അതിനോടുകൂടെ നിന്നെ ചേർത്ത് വെച്ച് നിന്നെ ബഡ് ചെയ്തു. ഇനി നീ കാട്ടൊലിവിന്റെ കൊമ്പായിട്ടല്ല. നിനക്കൊരു പഴയ ചരിത്രമുണ്ട്. ആ കാട്ടൊലിവിന്റെ ശിഖരമായിരുന്നു. പക്ഷെ നിന്നെ ദൈവം ആദ്യം ചെയ്തത്, നിന്റെ ദൈവത്തിന്റെ ചൂസൺ വന്നപ്പോൾ, നിന്റെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ദൈവം ആദ്യം ചെയ്തത് നിന്നെ അതിൽ നിന്നും വേർപെടുത്തി. വേർപെടുത്തിയതിനു ശേഷം നിന്റെ അകത്ത് മറ്റൊരു വേർതിരിവ് കൊണ്ടുവന്നു. നിന്നെ നാട്ടൊലിവിന്റെ കൂടെ ചേർത്ത് പട്ടി വെച്ചു. ഇനി നിന്നിൽ നിന്ന് വരാൻ പോകുന്ന ഫലം കാട്ടൊലിവിന്റെ ഫലമല്ല, നാട്ടൊലിവിന്റെ ഫലമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, നീ വേർപെട്ടവനാ, നീ വേർതിരിക്കപ്പെട്ടവനാ, നിന്നെ ആ കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തി എടുത്തവനാ.
ഇന്നലെ നീ മദ്യപാനികളോടൊപ്പം നടന്നവനാ, ഇന്നലെ നീ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കൂടെ നടന്നവനാ, ഇന്നലെ നീ പ്രേമിക്കുന്നവരുടെ കൂടെ നടന്നവനാ, ഇന്നലെ നീ സിനിമ കണ്ടവരുടെ കൂടെ നടന്നവനാ. പക്ഷെ ഇപ്പോൾ ഞാൻ നിന്നെ അവിടെ സെപ്പറേറ്റ് ചെയ്തു. അതോ സെപ്പറേറ്റ് ചെയ്തവനെ തള്ളിക്കളയാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ചെയ്തവനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആമേൻ. നിന്നെ ആരാ സെപ്പറേറ്റ് ചെയ്തത്? ദൈവം. നിന്നെ ആരാ മറ്റൊന്നിനോട് ചേർത്ത് വെച്ചത്? ദൈവം. എന്നിട്ട് അടുത്ത് പറയുക, ആമേൻ, ഞാൻ നിന്നെ അപ്രൂവ് ചെയ്തു, അപ്രൂവ് ചെയ്യൂ, ഞാൻ നിന്നെ അംഗീകരിച്ചു. ഹല്ലേലൂയ. ആരാ എന്നെ അംഗീകരിച്ചത്? ദൈവം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഒരു വാക്കുകൊണ്ട് സകലത്തെ ചമച്ചവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നവൻ. ഇന്നൊരു പകൽക്കാലത്ത് പറയട്ടെ പ്രിയരെ, ആമേൻ, നിന്റെ കൺട്രോളർ, നിന്റെ സംരക്ഷകൻ, ആമേൻ, മറ്റാരുമല്ല, സർവശക്തനായ ദൈവമാണ്. നിന്നെ സെപ്പറേറ്റ് ചെയ്ത ദൈവത്തിനോട്, നിന്നെ മറ്റൊന്നിനോട് വേർതിരിച്ച ദൈവത്തോട്, നിന്നെ അംഗീകരിച്ച ദൈവത്തോട്, നിന്നെ നിയമിച്ച ദൈവത്തോട് നീ പറ്റിച്ചേർന്ന് നിന്നാൽ, നീ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് അവിടെ നീ മാനിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇന്നലെ പോലെ ചിത്രാടിക്കോകത്തില് ഞാനൊരു മെസ്സേജ് പറഞ്ഞപ്പോൾ ഒരു ടെസ്റ്റ് മണി പോലെ പറഞ്ഞു. ഇതൊക്കെ ഒരു ടെസ്റ്റ് മണിയാണ് പ്രിയരെ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. 2023 ഞാൻ ആദ്യമായിട്ട് ഒമാനിൽ പോകുമ്പോൾ, ആമേൻ, പോകുന്നതിന് മുമ്പേ ഒരു സൂം മീറ്റിംഗിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ആമേൻ. എന്റെ ഫോട്ടോ അവർ കണ്ടപ്പോൾ പറഞ്ഞു, ഇവൻ ജഡീയനാണ്, ഇവനെ വേണ്ടെന്ന്. കാരണം മീശയുണ്ട്, മീശ ഉള്ളതുകൊണ്ട് ഇവനെ പ്രസംഗിക്കാൻ വേണ്ടെന്ന് റിജക്ട് ചെയ്തു. പക്ഷെ മനസ്സിലാക്കിക്കൊണ്ടു പോയില്ലേ, 2025 ആകുമ്പോൾ ഈ 23, 24, 25 അതേ രാജ്യത്ത് സൂമിലല്ല, അവരുടെ ചർച്ചിനകത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ സാംബാസം എന്നൊരു പദമുണ്ട്. ഇതാ ദൈവത്തിന്റെ നീതി. നിന്നെ അംഗീകരിക്കാത്തവരുടെ മധ്യത്തിൽ നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ചരട് നിന്റെ കയ്യിലല്ല, നിന്റെ ചരട് എന്റെ കയ്യില. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, നിന്നെ തള്ളിക്കളഞ്ഞ അതേ ഇടത്ത് നിനക്കൊരു ശ്രേഷ്ഠത തരുന്ന ദൈവം, നിനക്കൊരു മാന്യത തരുന്ന ദൈവം. അതുകൊണ്ടാ ആദ്യം നമ്മൾ പാടിയത്, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലാതെ കൃപയൊന്നു മാത്രം യേശുവേ. ഇപ്പോഴെന്റെ ശബ്ദം അടഞ്ഞിരിക്കും. 3 ദിവസം കൊണ്ട് 7 വീട്ടിലേക്ക് പ്രസംഗിക്കണം. ആമേൻ. ഒറ്റ കാര്യം, നിന്നെ അംഗീകരിക്കാത്ത ഒരു കാലഘട്ടമുണ്ട്. ആരാ നിന്നെ അംഗീകരിക്കാത്തത്? മനുഷ്യനാണ്. ആരാ നിന്നെ അംഗീകരിക്കാത്തത്? ഡിനോമിനേഷനാണ്. പക്ഷെ നിന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു നല്ല നാഥനുണ്ട്. നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നിന്നെ ജാതിയുടെ പ്രവാചകൻ എന്ന് പേർ വിളിച്ച് നിന്നെ വേർപെടുത്തിയ, നിന്നെ വേർതിരിച്ച, നിന്നെ അംഗീകരിച്ച, നിന്നെ നിയമിച്ച ഒരു നല്ല ദൈവം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഈ ദൈവത്തെ അറിഞ്ഞത്, ഈ ദൈവത്തെ അറിഞ്ഞത്. ഈ ദൈവത്തെ അറിയാതിരുന്നു എങ്കിൽ പ്രിയരെ, ഈ മഹത്വത്തെ അനുഭവിക്കുവാൻ കഴിയുമായിരുന്നോ? ഈ നന്മ അനുഭവിക്കുവാൻ കഴിയുമോ? ഈ സ്നേഹത്തെ അനുഭവിക്കുവാൻ കഴിയുമോ? ഒരു മിഠായി കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 100 കണക്കിന് പേർക്ക് മിഠായി കൂടെ വാങ്ങിച്ചു കൊടുക്കുവാൻ ദൈവം കൃപ തന്നെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത്ര നല്ല പ്രിയരേ,
വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്താണ്. എത്രയോ എന്റെ ഇഷ്ടങ്ങളെ ഞാൻ ത്യജിച്ചു, എന്റെ എത്രയോ ആഗ്രഹങ്ങൾ ഞാൻ ത്യജിച്ചു. ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാം ത്യജിച്ചു. മറ്റൊന്നിനും വേണ്ടിയല്ല, എന്റെ അപ്പനെ നിയമിച്ചിരിക്കുന്ന ഇടത്ത് വിശ്വസ്തനായിരിക്കാൻ. ഒറ്റ പ്രാർത്ഥനയുള്ള അന്ത്യം വരെയും, ഈ പ്രാണനി മൺകൂടാരത്തിൽ നടക്കുന്നത് വരെയും ആ വിശ്വസ്തത നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കണം. വിശ്വസ്തത നഷ്ടപ്പെടുത്താൻ ഇടവരുത്തുന്ന ഒന്നും എന്റെ കൺമുമ്പിൽ വരരുത്. ഇത് ഞാൻ പറയട്ടെ പേര്, എന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം. പണം മനുഷ്യന് ആവശ്യമാണ്, പക്ഷെ പണം നിന്റെ ജീവിതത്തിൽ വലുതല്ല. സൗന്ദര്യം മനുഷ്യന് ആവശ്യമാണ്, പക്ഷെ അത് നിന്റെ ജീവിതത്തിൽ വലുതല്ല. ഭൂമി മനുഷ്യന് ആവശ്യമാണ്, അത് നിന്റെ ജീവിതത്തിൽ വലുതല്ല. സ്ത്രീ നിന്റെ ജീവിതത്തിൽ ആവശ്യമാണ്, പുരുഷൻ നിന്റെ ജീവിതത്തിൽ ആവശ്യമാണ്, പക്ഷെ അത് വലുതല്ല. കേട്ടോ, വലുതൊന്നേ ഉള്ളൂ. ബൈബിൾ എഴുതി വെച്ചു, നിന്റെ ജഡത്തെ നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ള ഒരാളുണ്ട്. ആമേൻ. നീ അവനെ ഭയപ്പെട്, നീ അവനെ ഭയപ്പെട്, നീ അവനെ കീഴ്പ്പെടുത്ത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്നെ കൊന്ന് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവന്റെ മുൻപിൽ നീ വിശ്വസ്തനായിരുന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പോടെ പറയാം, നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന് ആമേൻ നിന്നെ മാനിക്കുവാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് എവിടെയാണ് വന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പേ. രണ്ടാമത് പറഞ്ഞത് എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് വ്യക്തമായ റീസൺസ് ഉണ്ട്. ദൈവം തെരഞ്ഞെടുത്തവർക്ക് ദൈവം വ്യക്തമായ അധികാരം കൊടുത്തിട്ടുണ്ട്. വായിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ചൂസൺ ഇൻസ്ട്രുമെന്റ്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഉപകരണമാണ്. പൗലോസ് പ്രിയരെ, ഗമാലിയന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവൻ ന്യായപ്രമാണം പഠിച്ചു, പുസ്തകച്ചുരുൾ പഠിച്ചു. പക്ഷേ ആ പ്രമാണം പഠിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ വെളിപ്പെട്ടത് ദൈവസ്നേഹമല്ല, അവന്റെ ഉള്ളിൽ വെളിപ്പെട്ടത് മതവികാരം, മതത്തോടുള്ള ഒരു വികാരം. ആ മതത്തിന് വിരോധമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ എവിടെ ചെന്നായാലും അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിന് അകത്തടയ്ക്കുവാൻ അധികാരിയുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങിക്കത്തക്ക നിലവാരത്തിൽ സൗലെന്ന കുള്ളനായ ക്രൂരമുള്ള മനുഷ്യനെ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചാൽ അവൻ പഠിച്ച പഠിക്കലുകൾ അവനെ ഒരു മതഭ്രാന്തനാക്കി തീർത്തു. മതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ തക്കവണ്ണം അവനെ ഇടയാക്കി തീർത്തു. ഇന്ന് പകൽക്കാലം പറയട്ടെ പ്രിയരെ, നീ ലോകത്തിൽ ജീവിക്കേണ്ടത് ഈ പുസ്തകം നിന്നെ മതഭ്രാന്തനാക്കുന്ന പുസ്തകമല്ല. ഈ പുസ്തകം നിന്നെ ദൈവസ്നേഹിയാക്കുന്ന പുസ്തകമാണ്. ആമേൻ. ന്യായപ്രമാണ പൗലോസ് ഗമാലിയന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചപ്പോൾ ശൗലിനെ ദൈവസ്നേഹിയാക്കി തീർത്തില്ല, അവനെ മതസ്നേഹിയാക്കി തീർത്തു. മതവികാരം അവന്റെ ഉള്ളിൽ വന്നു. മതത്തിന് വേണ്ടി അവൻ ജീവൻ കൊടുക്കാൻ തയ്യാറായി. ഇന്ന് പകൽക്കാലം സഭയ്ക്കകത്തിരിക്കുന്നവരോട് പറയട്ടെ, നാളെ ഇത് ആമേൻ യൂട്യൂബിൽ കൂടി കാണാൻ പോകുന്നവരോട് ഞാൻ പറയട്ടെ, ആമേൻ നിന്റെ ഉള്ളിൽ വെളിപ്പെടേണ്ടത് മതവികാരമല്ല, ദൈവത്തോടുള്ള ഒരു വികാരം. അകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുക, നിന്റെ അകത്തിരിക്കുന്ന മതവികാരം പൊട്ടണം. നിന്റെ അകത്തൊരു പെന്തക്കോസ്ത് വികാരം കിടക്കണമെങ്കിൽ പൊട്ടണം. നിന്റെ അകത്തൊരു CSI വികാരം കിടക്കണമെങ്കിൽ പൊട്ടണം. നിന്റെ അകത്തൊരു കത്തോലിക്ക വികാരം കിടക്കണമെങ്കിൽ പൊട്ടണം. എന്നിട്ട് അകത്തൊരു വികാരം ഉയരണം. യേശു എന്നൊരു വികാരം
Jesus is my experience. പെന്തക്കോസ്ത് എന്ന വികാരം നിന്റെ അകത്ത് വന്നാൽ നിനക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. നീ പെന്തക്കോസ്തുകാരെ സ്നേഹിക്കത്തുള്ളൂ. CSI എന്ന വികാരം വന്നാൽ നീ അവരെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. ഈ കത്തോലിക്കൻ എന്നുള്ള വികാരം നിന്റെ അകത്ത് വന്നാൽ നിനക്ക് അവരെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. പക്ഷെ ക്രിസ്തു എന്ന വികാരം നിന്റെ അകത്ത് തീ പോലെ കത്തിയാൽ അകത്ത് നിന്നൊരു ദൈവസ്നേഹം പുറത്തു വരിക. ലോകത്തിലെ പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ആ ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. കർത്താവേ, ഞാൻ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? കാരണം പത്രോസിന് പ്രമാണം അറിയാം. അവൻ യഹൂദ മതത്തിനകത്തുള്ളവനാണ്. പ്രമാണത്തിൽ എഴുതി വെച്ചു, ഒരു മനുഷ്യരോട് നീ 7 വട്ടം ക്ഷമിക്കാവൂ. പത്രോസ്, ഞാൻ 7 വട്ടം ക്ഷമിച്ചാൽ മതി. 7 അല്ല, അതിന്റെ 10 കിട്ടി. 70 വട്ടം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവകാലം മുഴുവനും ക്ഷമിക്കുക. അതാ ഈ വേദപുസ്തകം തരുന്ന വികാരം. അതാ ഈ വേദപുസ്തകത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവസ്നേഹം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, എന്നെ തെരഞ്ഞെടുത്തത് മതവികാരം ഉണർത്താനല്ല, എന്നെ തെരഞ്ഞെടുത്തത് മതത്തെ വളർത്താനല്ല, എന്നെ തെരഞ്ഞെടുത്തത് അവന്റെ അനുരൂപനായി മാറാനാ, അവന്റെ ഇമേജായി മാറാനാ. ഞാൻ പൗലോസ് പറയും, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ. പൗലോസേ, 200 മൈൽ നീ യാത്ര ചെയ്ത് ദമസ്കോസിൽ പോയത് മറ്റൊന്നിനു വേണ്ടിയല്ല, അകത്തുണ്ടായ മതവികാരം കാത്തു സൂക്ഷിക്കുവാൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കുവാൻ, അവരെ ക്രിസ്തുവിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ. എന്നാൽ തെറ്റിപ്പോയി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകപ്പെടുന്നതിന് മുൻപേ ദൈവത്താൽ സെപ്പറേറ്റ് ചെയ്ത ശൗലിന് തെറ്റിപ്പോയി ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ന്യായപ്രമാണത്തിലെ പൗലോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ലോകത്തിലെ മതം അവന്റെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്ത മതവികാരത്തെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അവനെ കുതിരപ്പുറത്ത് നിന്ന് തള്ളി താഴേക്കിട്ടപ്പോൾ അവന്റെ മുൻപിൽ ഒരു വെളിച്ചം പിന്നെ ജീവിതത്തിൽ അവൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നട്ടുച്ച നേരത്ത് ഒരു നല്ലൊരു 1000 വാട്ട്സിന്റെ ബൾബ് കത്തിച്ചാൽ സൂര്യന്റെ പ്രകാശത്താൽ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന അതേ നട്ടുച്ച നേരത്ത് അവന്റെ കണ്ണിന്റെ പീസ് അടിച്ചു പോകത്തക്ക നിലവാരത്തിൽ, അവന്റെ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടു പോകത്തക്ക നിലവാരത്തിൽ അവന്റെ ചുറ്റും ഒരു വെളിച്ചം മിന്നി. അവൻ അന്ന് ചോദിച്ചു, ഈ വെളിച്ചത്തിന്റെ ഉടയവൻ ആരാ? സൂര്യന്റെ വെളിച്ചത്തെ കാണും. അവൻ സൂര്യന്റെ വെളിച്ചത്തെ, ഈ പ്രപഞ്ചത്തിന്റെ വെളിച്ചത്തെ ഓവർകം ചെയ്യുന്ന ഈ വെളിച്ചത്തിന്റെ ഉടയവൻ ആരാ? അന്ന് അവൻ ഒരു ശബ്ദം കേട്ടു. മോശയോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അന്ന് ശൗലിനോട് പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. പ്രിയരെ, അന്ന് അവനെ തൊട്ടതാ. ആമേൻ. അവന്റെ ഉള്ളിൽ നിന്ന് ആ വെളിച്ചം അവന്റെ മുമ്പിൽ കത്തിയപ്പോൾ ശൗലിന്റെ ഉള്ളിൽ നിന്ന് മതവികാരം നഷ്ടപ്പെട്ടു, മതത്തോടുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു. അവൻ അന്ന് മുതൽ സകലത്തെ ചപ്പ് ചവറുമെന്നെണ്ണി അവന്റെ വിളിയെ തിരിച്ചറിഞ്ഞു, അവന്റെ തെരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞു. അവൻ അന്ന് വരെ പോയത് പറയണ്ട, അവൻ യേശുക്രിസ്തുവിന്റെ സഹോദരൻ എന്ന് പേർ പറയപ്പെടുന്ന യൂദായുടെ വീട്ടിൽ ചെന്നു. 3 ദിവസമായിട്ട് വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദമസ്കോസിൽ പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലനായ അനന്യാസിനോട് പറഞ്ഞു, അനന്യാസേ, ഒരുവനെ ഞാൻ അവിടെ യൂദാസിന്റെ വീട്ടിലാക്കി വെച്ചിട്ടുണ്ട്, നീ അവിടെ പോകണം. അനന്യാസ് പറഞ്ഞു, ഇവനും ദൈവമേ, ഇവൻ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിച്ചവന്, ഇവൻ ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടവന്, ഇവനാണോ? യെസ്. അവിടെ പറയുന്നൊരു പദമുണ്ട്, നീ പോ, അവനെ ഞാൻ തെരഞ്ഞെടുത്തതാ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ മേലുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ തള്ളിക്കളയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു സംഘടനയ്ക്ക് കഴിയത്തില്ല, ഒരു അധികാരത്തിന് കഴിയത്തില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ മിഷണറിമാരുള്ളത് കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ സുവിശേഷം പ്രസംഗിക്കുന്നവർ കേരളത്തിലാണ്. പക്ഷെ കേരളത്തിൽ സംഭവിക്കാത്ത ഉണർവ് പഞ്ചാബിൽ സംഭവിക്കുകയാണ്.
എന്താ കാര്യം എന്നറിയാമോ പ്രിയരെ? ആ ദേവദാസൻ പറഞ്ഞൊരു പദമുണ്ട്, 10 ലക്ഷം പേരെ ഒരുമിച്ച് ആരാധിക്കുന്നത്. സിഖുകാരുടെ ഈ ഫില്ലം എന്ന് പറഞ്ഞ പഞ്ചാബിന്റെ ജലന്ധറിൽ 10 ലക്ഷം പേർ ഒരുമിച്ച് ആരാധിക്കുന്ന ആരാധന. ഒരു ദിവസം 2500 പേരെ മാത്രമേ കൈവച്ച് പ്രാർത്ഥിക്കത്തുള്ളൂ. ചിന്തിച്ചു നോക്കിക്കേ, ഞായറാഴ്ച ആരാധനയ്ക്ക് ഇരിക്കണമെങ്കിൽ വ്യാഴാഴ്ച ഒന്ന് മുമ്പിൽ സീറ്റ് പിടിക്കണം. ഹലോ, വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കണം. ആരാധന ഞായറാഴ്ച ആരാധനയ്ക്ക് ഫ്രണ്ടിൽ ഇരിക്കണമെങ്കിൽ വ്യാഴാഴ്ച രാവിലെ ഒന്ന് സീറ്റ് പിടിക്കണം. വ്യാഴാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് ആരും പോകത്തില്ല. 2500 പേർക്ക് പ്രാർത്ഥിക്കും ഒരാഴ്ചയിൽ. ഈ 2500 പേരിൽ ഒരാളായി നീ മാറണമെങ്കിൽ നീ അവരുടെ ഓൺലൈനിൽ കയറി നീ അപേക്ഷ കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം ഒരു പദമുണ്ട്, ഞാൻ കേരളത്തിൽ നിന്ന് ആരും ഇവിടെ പ്രസംഗിക്കാൻ വിളിക്കുന്നില്ല. കാരണം കേരളത്തിലുള്ളവർക്ക് പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ, ദൈവശക്തി വെളിപ്പെടുത്താൻ അറിയത്തില്ല. ദൈവശക്തി ഇറങ്ങിയാൽ അന്ന് വിമർശിക്കാൻ തുടങ്ങും. കേരളത്തിലെ പെന്തക്കോസ്ത് അത്ഭുതം സംഭവിച്ചാൽ വിമർശിക്കാൻ തുടങ്ങും. എവിടെ പോയി പ്രിയരെ? IPCയുടെ ആരംഭ കാലഘട്ടത്ത് IPCയുടെ സ്ഥാപിതനായ ദേവദാസന്റെ കർച്ചീഫ് കൊണ്ടിട്ടാൽ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. പക്ഷേ ഇന്ന് അതേ സ്ഥലത്ത് നിന്ന് കേരളത്തിലെ പെന്തക്കോസ്ത് തലമുറ വിമർശിക്കുന്ന തലമുറയായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ പൗലോസ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പൗലോസ് പറഞ്ഞു, എന്റെ മിനിസ്ട്രി ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, എന്റെ മിനിസ്ട്രി എന്റെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന ദൈവശക്തിയുടെ ഒരു പ്രദർശനശാലയാണ്. എന്റെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രദർശനശാലയാണ്. ഒരു കാര്യം ഞാൻ പറയാം, പ്രസംഗം കൊണ്ട് ഉണർവ് സംഭവിക്കത്തില്ല, പക്ഷെ ദൈവശക്തി ഇറങ്ങിയാൽ ഉണർവ് സംഭവിക്കും. ഡൽഹിയിൽ പാസ്റ്റർ അബ്രഹാമിന്റെ ഒരു വർഷിപ്പ് ലീഡറായി അംഗീകരിച്ചവൻ ഇന്ന് 10 ഏക്കർ വസ്തുവിനകത്ത് 50,000 പേർ കൂടുന്ന ആരാധന വെച്ചെങ്കിൽ ഒരു സമയത്ത് അതേ ഒരു വർഷിപ്പ് ലീഡറാ. പക്ഷെ ഇന്ന് 50,000 പേർ അംഗീകരിച്ചവന്റെ ചർച്ചിലെ മെമ്പേഴ്സാ. റിവൈവൽ ഉണ്ടാകണം സഭയ്ക്കകത്ത്. സഭയ്ക്കകത്ത് റിവൈവൽ ഉണ്ടാകണമെങ്കിൽ അറിയണം, ഇത് ഗോഡ് ചൂസൺ ജനറേഷനാ. ഇത് പെന്തക്കോസ്ത് ജനറേഷൻ അല്ല, ഇത് ഗോഡ് ചൂസൺ ജനറേഷൻ. പ്രമാണങ്ങളെ പൊട്ടിച്ച് പുറത്തു വരണം. ഏത് പ്രമാണം? നിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതിയ പ്രമാണത്തെ കുറിച്ചല്ല പറയുന്നത്. മതത്തിന്റെ പ്രമാണം പൊട്ടണം, ആചാരത്തിന്റെ പ്രമാണം പൊട്ടണം, അനുഷ്ഠാനത്തിന്റെ പ്രമാണം പൊട്ടണം. നീ വിശ്വസിക്കണം, നിന്റെ കയ്യിൽ കൂടെ ശക്തി വ്യാപരിക്കും, നിന്റെ റൂമാലിൽ കൂടി ശക്തി വ്യാപരിക്കും. ഇതിനകത്ത് ദൈവശക്തിയുടെ ഡിമോൺസ്ട്രേഷൻ വെളിപ്പെടാൻ പോവുകയാണ്. ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഡിമോൺസ്ട്രേഷൻ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവം തെരഞ്ഞെടുത്തതാ. എന്തിനാ ദൈവം തെരഞ്ഞെടുത്തത്? അനന്യാസിനോട് പറയുക, നീ പോ. ഞാൻ അവനെ തെരഞ്ഞെടുത്തത്. എന്തിനാ തെരഞ്ഞെടുത്തത്? ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ ജനത്തിനു മുൻപിൽ എന്റെ നാമത്തെ ചുമപ്പാൻ, എന്റെ നാമത്തെ വഹിപ്പാൻ ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ്, അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കപ്പെടേണ്ടതിന്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്, നിന്നെ സെപ്പറേറ്റ് ചെയ്യുന്നതിന്, നിന്നെ വേർതിരിച്ച് നിർത്തുന്നതിന്, നിന്നെ ദൈവത്തിന്റെ പ്രവാചകനാക്കുന്നതിന്. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ്, നിന്നെ ജാതികളുടെ മുൻപിൽ അവന്റെ നാമത്തെ ഉയർത്തുന്നതിന്, രാജാക്കന്മാരുടെ മുൻപിൽ അവന്റെ നാമത്തെ ഉയർത്തുന്നതിന്, ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ അവന്റെ നാമം ഉയർത്തുന്നതിന്. അല്ലാതെ ഈ പ്ലാറ്റ്ഫോമിൽ കയറി ഇത് പ്രസംഗിക്കുക മാത്രമല്ല കേട്ടോ. പ്രസംഗ മിനിസ്ട്രി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാളും പവർഫുൾ മെസ്സേജ് ആണ് എന്റെ ജീവിതത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്റെ ലൈഫാണ് യഥാർത്ഥ മെസ്സേജ്, എന്റെ ലൈഫാണ് യഥാർത്ഥ മിനിസ്ട്രി. ഞാൻ എത്രയാണോ പ്രസംഗിക്കുന്നത് അതുപോലെ മുന്നോട്ട് പോയാൽ അത് മതി പ്രിയരെ. ഞാൻ ഒരു മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹ പ്രകടനം, അതാണ് മെസ്സേജ്. ഞാൻ ഒരു മനുഷ്യനോട് കാണിക്കുന്ന കരുണ, അതാണ് മെസ്സേജ്. ഒരു കാര്യം ഞാൻ പറയട്ടെ,
ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം കൈവിടത്തില്ല. നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെ തെരഞ്ഞെടുക്കാൻ പറ്റില്ല. ആമേൻ. കാരണം ഇതിനകത്ത് തെരഞ്ഞെടുക്കാൻ പലരും ഇല്ല. നിങ്ങൾ വേദപുസ്തകം പഠിച്ചു നോക്കിക്കേ. 33 മുക്കോടി ദേവന്മാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ഒരാളെ തെരഞ്ഞെടുക്കാം. പക്ഷേ ആദ്യനും അന്ത്യനുമായവൻ, അൽഫായും ഒമേഗയുമായവൻ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പാൻ എന്തുണ്ടോ? ഒരേ ഒരു നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, സകല മുഴങ്കാലും മടങ്ങുന്ന നാമം. ഈ നാമത്തിനകത്ത് മറ്റൊരു സെലക്ഷൻ ഇല്ല. ഇതിനകത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു സിസ്റ്റം ഇല്ല. ഇതിനകത്ത് ഉയർത്താൻ ഒരേ ഒരു നാമം മാത്രം. ഇതിനകത്ത് വാഴ്ത്താൻ മറ്റൊരു നാമമില്ല, ആരാധിക്കാൻ മറ്റൊരു നാമമില്ല, സ്തുതിക്കാൻ മറ്റൊരു നാമമില്ല, പ്രാർത്ഥിക്കാൻ മറ്റൊരു നാമമില്ല, പ്രസംഗിക്കാൻ മറ്റൊരു നാമമില്ല. ഈ നാമത്തിൽ ഒരു തെരഞ്ഞെടുപ്പില്ല. പക്ഷെ ആ നാമത്തിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ആ ദൈവത്തിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഇന്ന് പകൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റോ? ആ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്ന് ഞാന്. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്ന് ഞാനാ. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ പ്രിയരെ? ഇതൊക്കെ പറയുന്നത് തുള്ളി ചാടാൻ തോന്നുന്നു. ഇതൊക്കെ പറയുന്നത് നൃത്തം ചെയ്യാൻ തോന്നുന്നു. പ്രിയരെ, നിനക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതല്ല ഞാൻ പറയുന്നത്. നിനക്ക് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിനക്ക് എവിടെയോ എന്തോ കിട്ടിയതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിപ്പാൻ ഹലോ, ഈ ഗോഡ്സ് ചൂസൺ ജനറേഷന്റെ അതോറിറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. നീ പറഞ്ഞാൽ ചില കാറ്റ് നിൽക്കും, നീ പറഞ്ഞാൽ ചില തിരമാലകൾ ശാന്തമാകും, നീ പറഞ്ഞാൽ ചില രോഗങ്ങൾ വിട്ടുമാറും, നീ പറഞ്ഞാൽ ചില മരിച്ചവർ ജീവിക്കും, നീ പറഞ്ഞാൽ ചിലതൊക്കെ പൊളിയും, നീ പറഞ്ഞാൽ ചിലതൊക്കെ പണിയപ്പെടും. ഇത് പകർത്താൻ പറയട്ടെ, നിന്റെ ഒരു വാക്കിന്റെ മുമ്പിൽ പ്രകൃതി അനുസരിക്കും. ഇത്ര നല്ലവന പ്രിയരേ, ഇത്രയായി രുചിച്ചറിവാ, ഇത്ര നല്ലവന പ്രിയരേ, ഇത്രയായി രുചിച്ചറിവാ. യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു. അടുത്ത പദം, നീ എനിക്കുള്ളവൻ തന്നെ. നീ ക്യാൻസറിനുള്ളവനല്ല, നീ മദ്യത്തിലുള്ളവനല്ല, നീ കടബാധ്യതയ്ക്കുള്ളവനല്ല. ഇത് കുറച്ച് ദിവസം നിന്റെ മേൽ അവകാശം പറയും, പക്ഷെ നീ വിട്ടുകൊടുക്കരുത്. നിന്റെ പരാജയത്തിന് നീ നിന്നെ വിട്ടുകൊടുക്കരുത്. ആമേൻ. നിന്റെ കൂടെ ഉണ്ടോ? നിന്റെ വേദനയ്ക്ക് നീ നിന്നെ വിട്ടുകൊടുക്കരുത്, നിന്റെ ക്യാൻസർ നിന്നെ വിട്ടുകൊടുക്കരുത്. പ്രിയരെ, ഈ വചനം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. കിഡ്നിയിൽ പഴുപ്പുമായിട്ട് ഒരു അമ്മ വന്നു. അവൻ വേദന, അവർ മുൻപിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായ വേദന വന്നു. അവർക്ക് നിൽക്കാൻ പറ്റാതെയായി. അവർ പറകിൽ ചെന്നിരുന്നു. പക്ഷേ പെട്ടെന്ന് വേദന മാറി. വൈകുന്നേരം സാക്ഷ്യം പറഞ്ഞു, ദൈവം അവരെ സൗഖ്യമാക്കി. കാരണം നീ എനിക്കുള്ളവനാ, നീ എനിക്കുള്ളവനാ, നീ എനിക്കുള്ളവനാ, നീ എനിക്കുള്ളവനാ. നീ ലോകത്തിലുള്ളതല്ല, നീ എനിക്കുള്ളവൻ തന്നെ. അടുത്തിരിക്കുന്നവർക്ക് കൈകൊണ്ട് പ്രവചിച്ച നീ ദൈവത്തിനുള്ളത്.
എന്നിട്ട് നിന്റെ ഞാൻ ദൈവത്തിനുള്ളതാണ്. ഈ ദൈവം ഈ നീതിമാൻ വിശ്വാസത്തെ ജീവിക്കുമെന്ന് പറയുമ്പോൾ ഈ പൗലോസ് അഹങ്കാരത്തോടെ ഇങ്ങനെ പറഞ്ഞു, എന്റെ നീതിമാൻ, ഞാൻ ദൈവത്തിന്റെ സ്വന്തമായ അർത്ഥം. ഇവിടെ പറയുക, നീ എനിക്കുള്ളവനാണ്. ഇന്ന് നിന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, ഇന്ന് നിന്റെ ജീവിതത്തിൽ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് വിഷയത്തോട് നീ വ്യാകുലപ്പെടരുത്. നിനക്ക് ധൈര്യപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. നീ പറ, നീ ദൈവത്തിനുള്ളതാ. നിന്റെ തലമുറ ലോകത്തിലുള്ളതല്ല, നിന്റെ തലമുറ ദൈവത്തിനുള്ളതാ. അപ്പോ God choose a generation. ആമേൻ. നിന്റെ തലമുറയെ കൈവശമാക്കിയിരിക്കുന്ന തന്നെ പിശാചിനോട് പറ, എന്റെ മോൾ, എന്റെ മകൻ നിനക്കുള്ളതല്ല, എന്റെ മകൻ ദൈവത്തിനുള്ളതാ, എന്റെ മകൻ ദൈവത്തിനുള്ളതാ. പിശാചേ, ഓ നിന്റെ ശ്രമം തീരാൻ പോവുകയാ, നിന്റെ പ്രവൃത്തി അവസാനിക്കുകയാ. എന്റെ കുഞ്ഞിന്റെ മേലുള്ള, എന്റെ സമ്പത്തിന്റെ മേലുള്ള, എന്റെ ആരോഗ്യമേഖലയിലുള്ള നിന്റെ അധികാരം വിടുകയാ. അത് വിടട്ടെ, ഇത് പൊട്ടട്ടെ, അത് പൊട്ടട്ടെ. നിന്റെ കുടുംബത്തിന്റെ മേലുള്ള പിശാചിന്റെ അതോറിറ്റി പൊട്ടട്ടെ. Jesus, we have the power to set generation. We take up the sun. Right now, in the mighty name of Jesus Christ. Yes, we are authority. Beside the authority, in the power of prayer. എന്നിട്ട് അവിടെ പറയുന്നത്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കുക. നീ എനിക്കുള്ളവനായതുകൊണ്ട്, നീ എന്റെ സ്വന്തമായതുകൊണ്ട്, നീ വെള്ളത്തിൽ കൂടി കടക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എന്റെ ജനമേ, നീ ചെങ്കടലിലോട്ട് ഇറങ്ങിക്കോ, ഞാനുണ്ട് നിന്റെ കൂടെ. എന്റെ ജനമേ, നീ യോർദാനിലോട്ട് ഇറങ്ങിക്കോ, ഞാനുണ്ട് നിന്റെ കൂടെ. എന്നിട്ട് പറയുക, ആമേൻ, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. അതിനെ ഞാൻ നിയന്ത്രിക്കും. ആമേൻ. നദി എത്ര ആഴമുണ്ടെങ്കിലും അതിനെ നീ ജയിക്കും. കാരണം നിന്റെ ഉള്ളം കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്ന ഒരുവനാ പറയുന്നത്, ഈ നദിയിൽ കൂടെ നീ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയത്തില്ല. നീ അതിന്റെ മുകളിൽ നടക്കണം, നീ അതിന്റെ മുകളിൽ നടക്കണം. ഇതിനകത്ത് അങ്ങനെ ഒരു അഭിഷേകം വെളിപ്പാട്. അവൻ വെളിയില കടലിന്റെ മുകളിൽ നടന്നവനേശു തിരമാലകൾക്ക് അതിർവരം വിട്ടവനേശു. തിരമാലകളിൽ നടന്നവനേശു തിരമാലകൾക്ക് അതിർവരം വിട്ടവനേശു. ഇത് പകൽക്കാലം പറയട്ടെ, നിങ്ങൾ കടൽ തീരത്തിരുന്നിട്ട് ഒരു കടലിൽ ഒരു തരി എടുത്ത് നോക്കണം. ഈ മണം തരി കൊണ്ട് ഈ രാജ്യത്തെ, ഭൂമിയെ നശിപ്പിക്കാൻ കഴിയുന്ന സമുദ്രത്തെ, സമുദ്രത്തിന്റെ തിരമാലകളെ കൺട്രോൾ ചെയ്യാൻ ഈ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ അതേ ദൈവം പറയുക, നിന്റെ മീതെ ഇത് കവിയത്തില്ല, ഇത് നിന്റെ മീതെ കവിയത്തില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അടുത്ത് പറയുക, നീ തീയിൽ കൂടെ നടക്കേണ്ടി വന്നാൽ വെന്തു പോകത്തില്ല. നിനക്ക് നിന്നെ പിടിച്ചോണ്ട് പോയ കുറച്ചു പേർ തീയിൽ വെന്തുപോയവരാ, പക്ഷെ നീ വെന്തു പോകത്തില്ല. ആമേൻ. അവർ തീയിൽ നടന്നില്ല, അവർ തീക്കകത്തോട്ട് കയറിയില്ല. പക്ഷെ അവർ തീയിൽ അടുത്തോട്ട് പോയപ്പോൾ തന്നെ ചേകവന്മാരെല്ലാം
തീയിൽ കൂടി വെന്തുപോയി. പക്ഷേ നീ തീയിൽ കൂടി നടക്കേണ്ടി വന്നാണ്. ആ തീയുടെ ചൂടിൽ നീ വെന്തു പോകയില്ല. അഗ്നി ചോര നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇതാ ഉറപ്പ്. ഇതാ God chosen generation ഉറപ്പ്. ആമേൻ. അതുകൊണ്ടാ പ്രിയരെ, ഏലിയാവ് യാഗപീഠം ഒരുക്കിയിട്ട് അതിന് ചുറ്റും ഒരു തോടുണ്ടാക്കി വെള്ളത്തെ അങ്ങോട്ട് തിരിച്ചു വിട്ടു. കാരണം ഈ തീയെ കെടുത്താൽ ഈ ലോകത്തിലെ വെള്ളത്തിന് കഴിയത്തില്ല. കാരണം ഈ കണക്ഷൻ ഭവനുമായിട്ട്, നിന്റെ കണക്ഷൻ ലോകവുമായിട്ട്, എന്റെ കണക്ഷൻ ഭവനുമായിട്ട്. എന്ന് പകൽക്കാലം പറയട്ടെ, ദൈവം തെരഞ്ഞെടുത്ത തലമുറയുടെ ബന്ധം ഭൂമിയുമായിട്ടല്ല, ഭൂമിയെ നിർമ്മിച്ച ദൈവവുമായിട്ട്. ഹല്ലേലൂയ. ഒന്ന് ഞാൻ പറയട്ടെ പ്രിയരെ, ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞല്ലോ. പക്ഷേ അവർ ഒരു അധികാര സ്ഥാനത്ത് എത്തണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, നിങ്ങളെ വോട്ടുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റൂ. നിങ്ങളെ വോട്ടുണ്ടെങ്കിൽ അവർക്ക് രാജ്യം ഭരിക്കാൻ പറ്റൂ. ആമേൻ. അവർ നിങ്ങളോട് വന്ന് യാചിക്കണം. പക്ഷേ നിനക്ക് അങ്ങനെയല്ല കേട്ടോ. നീ വോട്ട് നേടിയിട്ടല്ല, നീ ആരോട് യാചിച്ചിട്ടല്ല. നീ യാചിക്കാൻ തുടങ്ങുന്നതിന് മുൻപ്, നീ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കുന്നതിന് മുൻപ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. We are the selected people. മെമ്പറാണോ വലുത്? MLA ആണോ വലുത്? MP ആണോ വലുത്? ഞാനാ വലുത്. ഇത് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രിയരെ? കാരണം we are the God's chosen generation. അവൻ ഇത് നാട്ടുകാരുടെ വോട്ട് നേടിയിരുന്നതല്ല, ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, അവൻ ഇത് നറുക്കിട്ട് കിട്ടിയതല്ല. ഇത് കൃപയാണ്. ഒരു യോഗ്യതയില്ലാത്ത ഇടത്ത് നിൽക്കുന്നത് കൃപയാണ്. നോക്കിയോ പ്രിയരെ, എന്നിട്ട് എനിക്ക് നിർത്താൻ പെട്ടെന്ന് പറയാം. യെശയ്യാവ് 43:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പറയുക. 18-ാം വാക്യം പറയുക. നോക്കിക്കോണം. ആമേൻ. ഈ 43-ന്റെ 2-ാമത്തെ വാക്യം വരെ ഞാൻ പറഞ്ഞത് ഈ ജനറേഷനെ എങ്ങനെ കരുതുന്നു എന്നാണ്. പക്ഷെ ഈ സത്യം തിരിച്ചറിഞ്ഞാൽ ഈ വാക്യത്തെ പിടിച്ചോളാം. യെശയ്യാവ് 43:18. ആമേൻ. സീസൺ മാറുന്ന വചനം. ആമേൻ. നീ എന്നാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട തലമുറ എന്ന് നീ തിരിച്ചറിഞ്ഞത്, അപ്പോൾ പറയുക, മുൻപുള്ളവയെ ഇനി നിങ്ങൾ ഓർക്കണ്ട. പഴയതൊക്കെ പാസ്റ്റ് മറക്ക്, പ്രസന്റ് മറക്ക്. മുൻപിൽ ഒരു ഫ്യൂച്ചർ ഇരിപ്പുണ്ട്. അത് നിത്യ ദൈവങ്ങൾക്ക് തന്ന ഭാവിയാ. ചിന്തയിൽ നിന്ന് അതെടുത്ത് കളയാം. നമുക്ക് പഴയ സാക്ഷ്യങ്ങളൊക്കെ മാറ്റിവെക്കാം, പുതിയ സാക്ഷ്യത്തോട് പ്രവേശിക്കാം. ഓരോ ദിവസവും പുതിയ ടെസ്റ്റ് മണി, ഓരോ ദിവസവും പുതിയ ടെസ്റ്റ് മണി. അങ്ങനെ ഒരു പാസ്റ്റ് നിന്റെ ജീവിതത്തിൽ
ഉണ്ടായിരുന്നോ എന്ന് നീ പോലും ഓർക്കാത്ത ഒരു തലത്തിലോട്ട് നിന്റെ ഫ്യൂച്ചർ മാറ്റാൻ പോവുകയാണ്. ആമേൻ. പണ്ടുള്ളവരെ നിങ്ങൾ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുക. വെളിപ്പാട് പ്രാപിക്കാൻ പറ്റുമോ? നീ ഏത് തലമുറയാണെന്ന് നീ ഒന്ന് ഏറ്റെടുക്കുക. പ്രിയരെ, നീ അനാഥനല്ല. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. നിനക്കൊരു പറയാനൊരു പാരമ്പര്യമുണ്ട്. ലോക സ്ഥാപനത്തിന് മുൻപ് ദൈവം തന്ന പാരമ്പര്യം അത് വ്യർത്ഥമായ പൊതുപാരമ്പര്യമല്ല. അത് ദൈവം നിനക്ക് ദാനമായി തന്ന God chosen generation എന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പാരമ്പര്യം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്ന, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ല. ഒരു പുതിയ സീസൺ ഈ പുതിയ വർഷം ആരംഭിക്കാൻ പോകുകയാണ്. 2025 അവസാന ആഴ്ചകളോട് നമ്മൾ വരികയാണ്. ഓരോ വർഷവും പ്രിയരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത് കൊയ്ത്തിന്റെ വർഷം, ഇത് അനുഗ്രഹത്തിന്റെ വർഷം. ദൈവം എന്നോട് പറഞ്ഞു, ഇത് സെപ്പറേറ്റിന്റെ നിന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന വർഷം, നിന്നെ വേർതിരിക്കുന്ന വർഷം, നിന്നെ ചെലവിൽ നിന്ന് വേർപെടുത്തുന്ന വർഷം, നിനക്ക് ജയിക്കാൻ പറ്റാത്ത ഇടത്ത് നിന്നെ ജയിപ്പിക്കുന്ന വർഷം. അവൻ നിനക്ക് ആ രഹസ്യ പാപത്തിൽ നിന്ന് വിട്ടുമാറാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ നിന്ന് വേർതിരിക്കുന്ന വർഷം. കൊയ്യണമെങ്കിൽ കളപറിക്കലുണ്ടാകണം. കളപറിക്കാതെ കൊയ്ത്ത് നടക്കത്തില്ല. നിന്റെ അകത്ത് നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഇടയ്ക്കൊരു കളപറിക്കലുണ്ട്. കൊയ്ത്തിന് വിതയുടെയും കൊയ്ത്തിനും ഇടയിലുള്ള കളപറിക്കൽ. ഞാൻ ആത്മാവിൽ പ്രവചിച്ച് ഈ സഭയോട് പറയാം, ഇതിനകത്തൊരു കളപറിക്കൽ നടക്കുകയാ. ഇതിനകത്തൊരു കളപറിക്കൽ നടക്കുകയാ. എന്താ കാര്യം? ഇത് വിതയുടെ സഭയല്ല, ഇത് കൊയ്ത്തിന്റെ സഭയാ. കൊയ്ത്തിന്റെ സഭയ്ക്കകത്ത് കളക്ക് സാധനമില്ല. കളയെ ദൈവം പറഞ്ഞു. മൂന്ന് പോയിന്റുകൾക്ക് ഞാൻ അവസാനിപ്പിക്കാം. ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം ഉപയോഗിക്കും. ഒന്നാമത്തെ പോയിന്റ്, ദൈവമാണോ നിങ്ങൾ തെരഞ്ഞെടുത്തത്? ദൈവം നിങ്ങൾ ഉപയോഗിക്കും. മനുഷ്യർ തെരഞ്ഞെടുത്താൽ മനുഷ്യർ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. കാരണം മനുഷ്യർക്ക് ആഗ്രഹം അവർക്ക് സ്വയം ഉപയോഗിക്കപ്പെടുന്നതാണ്. മനുഷ്യരുടെ തിരഞ്ഞെടുപ്പിനകത്തല്ല നിങ്ങൾ പറയേണ്ടത്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തതെങ്കിൽ ഒരു മനുഷ്യന് നിന്ന് മാർഗം പറ്റുന്നില്ല. ഒരു സീസൺ നിന്റെ മുമ്പിൽ തുറക്കും. നിന്നെ ഉപയോഗിക്കുന്ന ഒരു സീസൺ. നീ ഒന്ന് വിശ്രമിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും നിനക്ക് വിശ്രമിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ നീ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു സീസൺ വരും. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ ആത്മാവിൽ കൈമാറുകയെ സഭയ്ക്കകത്ത് അങ്ങനെ ഒരു സീസൺ ഈ സഭയ്ക്കകത്ത് തുറക്കപ്പെടാൻ പോകുകയാണ്. ആമേൻ. മോശ ചോദിച്ചൊരു പദമുണ്ട്, കർത്താവേ നീ എന്നെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു, നിന്റെ കൃപ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എങ്ങനെ അറിയും നീ എന്റെ കൂടെ ഉണ്ടെന്ന്? പറയാനൊക്കെ മറുപടിയുള്ളൂ. പുറപ്പാട് 33:14 പറയുകയാണ്, എന്റെ സാന്നിധ്യം നിന്നോട് കൊണ്ടുപോകുക. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ പ്രസൻസ് ആണ്. യോശുവയോട് ദൈവം പറഞ്ഞു, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ വരും നിന്റെ കൂടെ. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. കാരണം എനിക്കാണ് നിന്നെ ഉപയോഗിക്കേണ്ടത്. പ്രിയരെ, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണമെങ്കിൽ ദൈവം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എന്റെ ദൈവം കൂടെ ഇല്ലെങ്കിൽ ഞാൻ വെറും ബിഗ് സീറോയാണ്. പക്ഷെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ സീറോയല്ല, നീ ഹീറോയായി മാറും. ആമേൻ. എന്താ കാര്യം എന്നറിയാമോ? നിന്നെ യൂസ് ചെയ്യുന്നത് മനുഷ്യരല്ല, ദൈവം. ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം ഉപയോഗിക്കും. രണ്ട്, ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം വലുതാക്കും. ആമേൻ. യോശുവയെ മനുഷ്യരാരല്ല ചൂസ് ചെയ്തത്, ദൈവം ചൂസ് ചെയ്തത്. യോശുവയോട് പറഞ്ഞു, യോശുവേ ഈ ഇസ്രായേൽ ജനമെല്ലാം കാണുക, ഞാൻ നിന്നെ വലിയവനാക്കും. കാരണം ഈ ഇസ്രായേൽ ജനം ഇവനെ അംഗീകരിക്കുന്നില്ല, ഇവനെ ബഹുമാനിക്കുന്നില്ല. മോശയോടുകൂടെ ദൈവം ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു. മോശയ്ക്ക് അവർ ബഹുമാനം കൊടുത്തു. പക്ഷേ യോശുവയിൽ അത് അവർ കണ്ടില്ല, യോശുവയിൽ അവർ അത് വിശ്വസിച്ചില്ല. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയവനാക്കും.
ചെങ്കടലിനെ രണ്ടായി പിളർത്തി മോശയെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വലിയവനാക്കിയിട്ട് നിന്റെ മുമ്പിൽ ഞാനൊരു യോർദാൻ വെക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, മോശ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വലിയവനായത് ചെങ്കടൽ വന്നതുകൊണ്ടാണ്. യോശുവ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വലിയവനായതുകൊണ്ട്, യോർദാൻ വന്നതുകൊണ്ടാണ്. നിന്നെ വലുതാക്കുന്നത് അവൻ ചെങ്കടലിന്റെ അനുഭവങ്ങളാ. നിന്നെ വലിയവനാക്കുന്നത് യോർദാന്റെ അനുഭവങ്ങളാ. ഈ യോർദാൻ നീ എങ്ങനെ പിളർത്തും? ഒറ്റ കാര്യം, പെട്ടകം ചുമന്നാൽ മതി, പുതപ്പെടുത്താൽ മതി, ആ ദൈവത്തെ ഒന്ന് അന്വേഷിച്ചാൽ മതി. നിന്റെ മുൻപിലുള്ള യോർദാൻ പിളരും. യോശുവേ, നിന്നെ ഞാൻ ഈ ജനമെല്ലാം കാണുക വലിയവനാക്കാൻ പോകുകയാണ്. പക്ഷെ യോശുവ അറിഞ്ഞില്ല മുൻപിലൊരു യോർദാൻ ഉണ്ടെന്ന്. ആമേൻ. ഒരു യോർദാൻ വെച്ചു. ബൈബിൾ പറയുന്നു 4-ാം അധ്യായത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ യോശുവ ചെങ്കടൽ കടന്ന് യോർദാൻ കടന്ന് അക്കരെ എത്തിയപ്പോൾ ബൈബിൾ എഴുതി വെച്ചു, എല്ലാ ഇസ്രായേലും കാണുക ദൈവം യോശുവയെ വലിയവനാക്കി. ഇന്ന് പകൽ ഞാൻ പറയുകയാണ്, ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം ഉപയോഗിക്കും. ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം വലുതാക്കും. 3, ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യം, യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് വിഗ്രഹം നിർമ്മിച്ച് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന അബ്രഹാമിനെ ദൈവം സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു, നീ നിന്റെ പൊതുഭവനത്തെ വിട്ട്, നിന്റെ ചാർച്ചക്കാരെ വിട്ട്, നിന്റെ തൊഴിൽ വിട്ട്, നീ നിന്റെ ദേശം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് ഇറങ്ങി വാ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അവൻ ഇറങ്ങി തിരിച്ചു. 24-ാം അധ്യായത്തിലോട്ട് എത്തിയപ്പോൾ തുടക്കത്തിൽ എഴുതി, അബ്രഹാം വയസ്സിൽ വൃദ്ധനായി, പക്ഷേ അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചു. അവിടെ പ്രത്യേക ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ല, സകലത്തിലും ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ദൈവം തെരഞ്ഞെടുത്തവനെ ദൈവം അനുഗ്രഹിക്കും. 4, ദൈവം തെരഞ്ഞെടുത്തവനെ ദൈവം സംരക്ഷിക്കും. ദൈവം തെരഞ്ഞെടുത്തവനെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. ലൂക്കോസ് 10:19, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരുത്തുകയില്ല. നീ പാമ്പിന്റെ മേൽ ചവിട്ടി നട, തേളിന്റെ മേൽ ചവിട്ടി നട, ശത്രുവിന്റെ സകല ബലത്തിന്റെ മേൽ നീ ചവിട്ടി നടക്ക്. ഇവ ഒന്നും നിനക്കൊരു ദോഷവും വരുത്തുകയില്ല. കാരണം ഞാൻ തെരഞ്ഞെടുത്ത എന്റെ തലമുറയാണ് നിങ്ങൾ. ഹല്ലേലൂയ. 1 പത്രോസ് 1:4, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയുടെ കിരീടം പ്രാപിപ്പാൻ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമേ, ദൈവം തന്റെ ശക്തിയാൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊള്ളും. ദൈവം നിങ്ങളെ കാത്തുകൊള്ളും. പുറപ്പാട് പുസ്തകം 14:14, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മിസ്രയീം ഒരുമിച്ച് വന്നോട്ടെ, അമോല്യർ വന്നോട്ടെ, ഹിത്യർ വന്നോട്ടെ, കനാന്യർ വന്നോട്ടെ, നീ ഭാരപ്പെടാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ ജയാളിയാക്കുന്ന ഒരു ദൈവമുണ്ട്. പുറപ്പാട് പുസ്തകം ആവർത്തന പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം, നിനക്ക് മുൻപിൽ കടന്നു പോകുന്ന ഒരു അഗ്നിജ്വാലയുണ്ട്. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ ദഹിപ്പിക്കത്തക്ക നിലവാരത്തിൽ നിനക്ക് മുൻപിൽ ഒരു അഗ്നിജ്വാലയായിട്ട് ദൈവം കടന്നു പോകുകയാണ്. യെശയ്യാ പ്രവചനം 45:2, നീ കടന്നു പോകുന്ന വഴിയിൽ നിന്റെ പരുപരുത്ത പാതകളെ നിരപ്പാക്കി, ആമേൻ, ഇരുമ്പോണാമ്പലുകളെ പൊളിച്ച് താമ്രവാതിലുകളെ തകർത്ത് നിന്നെ സംരക്ഷിക്കുന്ന ദൈവം. ദൈവം തെരഞ്ഞെടുത്തവനെ ദൈവം ഉപയോഗിക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ ഈ തലമുറയിൽ പെട്ടവനാണ്? We are the God's chosen generation. ആമേൻ. ഒരു നാച്ചുറൽ ലൈഫ് അല്ല ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. ഒരു നാച്ചുറൽ മനുഷ്യനെ സഹിക്കാൻ തക്കുന്നതിലപ്പുറം വേദന എന്റെ ദൈവം നിങ്ങൾക്ക് തരുന്നില്ല, ഇതുവരെ തന്നിട്ടുമില്ല. ഒരു വേദന ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് സഹിക്കാവുന്നതിനപ്പുറം തരുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ, ബൈബിൾ പറയുക, നിനക്ക് തന്നിരിക്കുന്ന പ്രശ്നത്തിന്റെ മറുപടി അതിന്റെ അരികിൽ തന്നെയുണ്ട്. നിന്റെ വേദനയുടെ മറുപടി ദൈവം ഒരുക്കി വച്ചിട്ട് നിനക്ക് വേദനയെ കാണിച്ചിരുന്നത്. നിന്റെ ഭാരത്തിന്റെ മറുപടി നിന്റെ മുൻപിൽ ഒരുക്കി വച്ചിട്ടാ ഞാൻ ഇങ്ങനെ പ്രവചിച്ച് പറയാൻ പോകുന്നു. ഈ സീസൺ
മറുപടിയുടെ സീസണാണ്. ഈ സീസൺ മറുപടിയുടെ സീസണാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം തന്റെ വേദനയുടെ മറുപടി കാണാൻ പോകുക, ഭാരത്തിന്റെ മറുപടി കാണാൻ പോകുക, നിരാശയുടെ മറുപടി കാണാൻ പോകുക, ബാധ്യതയുടെ മറുപടി കാണാൻ പോകുക, തളർച്ചയുടെ മറുപടി കാണാൻ പോകുക. ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഈ നല്ലവനായ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? ഈ നല്ലവനായ ദൈവത്തെ ഒന്ന് ഉയർത്താൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ എനിക്ക് ഇരിപ്പിടം വിട്ടു നിൽക്കാൻ പറ്റേ. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക്